ശബ്ദസ്വർമ്മയെ സ്വീകരിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സങ്കീർത്തനം നമ പാർവതീപതേ കരജരാമിത സപ്രസംഗ പരമാവതീശ്വരസിയം സർവമംഗളമംഗല്യേ ശിവേ സമർത്ഥസാധകേ ശരണ്യേ നമ്മളൊക്കെ എന്തെങ്കിലും കർമ്മം ചെയ്താൽ പാട്ടായിക്കോട്ടെ എല്ലാം കർമ്മം ചെയ്താൽ ആ കർമ്മം വേണ്ട പോലെ ആയാൽ സന്തോഷവും ആൾക്കാരൊക്കെ സ്വാമി പാടുമ്പോഴൊക്കെ വരുന്നുണ്ട്. വയലിൻ നല്ലോണം വായിച്ചു, മൃഗം നല്ലോണം വായിച്ചു. അദ്ദേഹം തന്നെ പാടുന്നത് ആ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹം അറിയാതെ അവരുടെ കണക്കിൽ ആളുകളിലേക്ക് ഉപയോഗിക്കുന്നത് തൻ്റെ എല്ലാവരും അദ്ദേഹം വരുന്നതിന് മുമ്പ് ഈശ്വരനോക്കി വിലയെ പറഞ്ഞു. വിലയെ പ്രവർത്തനം വിലകൃഷ്ണനും വരുന്നു. എന്താ വെച്ചാൽ ഈ വാമനാവതം ചിത്രം വളരെ പ്രത്യേകതയുള്ളതാണ്. കൃഷ്ണാവതരണത്തോ അത്ഭുതം മാറുകയോ നരസിംഹപുത്ര അദൃശ്യ അത്യത്ഭുതമുള്ളോ അത്ഭുതമാണ്. ഈ വാമനാവതം എനിക്ക് ഏറെ പറയാൻ പറ്റില്ല. ഒരേ അവതാരത്തിൽ തന്നെ 3 ഭാഗങ്ങളാണ് സാധാരണ അവതാരമാണ് കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ആദ്യത്തെ ശ്ലോകത്തിന് വിലയെ പദത്രയം വലിയതിന് പദത്രയം ഭൂമിയെ ഭസ്മം അതിയായ ഇതുള്ള ഹരി 3 മണ്ണി അയച്ചു. ഹരി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഹരിക്കുന്ന ആളാണ്. ഹരിക്കാൻ കഴിയുന്ന ആളെ ആചരിക്കുന്ന ആവശ്യം എടുത്തപ്പോൾ അതുകൊണ്ടാണ് ഭസ്മം അതിരാകുക മുക്തേശ്വര യഥാർത്ഥവും അതിബന്ധം ഭഗവാന് സ്വന്തമുള്ള കൊടുത്തു. എന്നിട്ടും വലിയ വെല്ലുവിളികളാണ്. എന്താണ് സാധാരണ ഈ പുരാണങ്ങളും വേദങ്ങളും എല്ലാം സംവാദങ്ങളും ശിക്ഷ സമാധാനം ഗുരുവിനോട് ശിഷ്യന്മാര് ചോദ്യം ചെയ്യും. നല്ല ചോദ്യം വെച്ച് നല്ല ചോദ്യം വേണ്ടാത്ത ചോദ്യം വെച്ച് നമുക്കറിയാം. അപ്പൊ ഈ ചോദ്യത്തിന് ഗുരുവുണ്ട്. ആരാണ് ഈ 3 മണ്ണിൽ കാണിച്ചത്? ബലവാനായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഭൂതേശ്വരനാണ്. എല്ലാ വികാരങ്ങളെയും ഈശ്വരനാണ്. അങ്ങനെയാണ് ഭഗവാൻ എന്തിനാണ് ഈ ആവശ്യം ഹരി എന്ന് പറഞ്ഞാൽ തന്നെ ഹരണം ചെയ്യുന്നത് എല്ലാവരും. അപ്പൊ ഹരിക്ക് ആരുടെ ആവശ്യമുണ്ട്? കിട്ടപ്പെടും. എല്ലാവരുടെ ഗോവിന്ദാണ്ട് ഇങ്ങനെയുണ്ടായി. അപ്പൊ പറഞ്ഞു ബലമുള്ളവരെ ആയിരിക്കാം, ബലമില്ലാത്തവരെ ആയിരിക്കാതെ ബലി ബലമുള്ളതാണല്ലോ. അപ്പൊ ആ സമയം പരീക്ഷിക്കാൻ ചോദിച്ചു നോക്കാറുണ്ട്. ദക്ഷിണമോ ഇതൊന്നും കേട്ടോ. എന്തുകൊണ്ടാണ് സ്വദേശികളോട് പറയാൻ ബലിയുടെ വിളിച്ചത്? 3 മണ്ണിൽ അയച്ചു കൊടുക്കുന്നു. അതെല്ലാം ബലി കൊടുക്കും. എന്നിട്ട് വലിയ ന്യായമാണ്. ചോദിച്ചതൊക്കെ കൊടുക്കും. പിന്നെ വലിയ ബലി വെള്ളം ആവശ്യമില്ല. എല്ലാം സംഭവിക്കുന്നതാണ്. ഈ കഥ പറയുന്നത് പശ്ചിമബംഗ പാലാഴം കഴിഞ്ഞ് ദേവനാട് പുരാണങ്ങൾക്ക് വിവാസവും എല്ലോ ഇതിനാണ്. എൻ്റെ ഈ ദേവനാട് ശിവനാഥ ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന
അയ്യോ ആകാശങ്ങളൊക്കെ പിന്നെ പ്രകാശിക്കുന്ന സജീവനാമം ദേവൻ. അതേപോലെ തന്നെ അസൻ എന്ന് പറഞ്ഞാൽ പാവം ഇത് രണ്ട് ഭഗവാന്റെ സൃഷ്ടിയായിരുന്നു. ദേവന്മാരെ ഭഗവാന്റെ സൃഷ്ടിയാണ്, അസുര ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അസുരോത്സവം അപ്പോൾ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ടാണ് ഈ അസുരന്മാർ. അപ്പോൾ അവർക്ക് ജാതിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭൂമി കൊടുക്കും. ദേവന്മാർക്ക് സ്വർഗം, മനുഷ്യർക്ക് ഭൂമി, അസുരന്മാർക്ക് പാടാണ്. ഇത് ഭഗവാന്റെ നിയമമാണ്. ഭാഗവതയിൽ ഭാഗവതയിൽ രക്ഷിച്ചെടുത്താണ്. മനുഷ്യർക്ക് ഭൂമിയുടെ ആവശ്യമാണ്, ദേവന്മാർക്ക് സ്വർഗത്തിന്റെ ആവശ്യമാണ്, അസുരന്മാർക്ക് പാടാതിന്റെ ആവശ്യമാണ്. അപ്പോൾ മൂന്ന് പേർക്കും ജീവിത സാഹിത്യങ്ങൾക്ക് ഭഗവാനെ ധ്യാനിക്കുന്ന ആവശ്യം വന്നില്ല. അങ്ങനെയല്ല. ദേവാസുരം കഴിഞ്ഞിട്ട് ശുക്രാചാര്യ അസുരന്മാരെ ജീവിച്ചു. ശുക്രാചാര്യ പ്രസംഗം ചെയ്യാനാവില്ല. മരിച്ച ആളെ ജീവിക്കുന്നില്ല. അപ്പോൾ ശുക്രാചാര്യ എന്റെ കുടുംബജീവിതത്തിലുള്ള അസുരന്മാരായിട്ട് ജീവിച്ചു. വലിയ നേതാവാക്കി, വലിയ കൊണ്ട് അനേകം യാഗം നടത്തി, വലിയ ശക്തിയുള്ളവരും എനിക്ക് ഈ സമൂഹം ശുക്രാചാര്യ അനുഗ്രഹമുണ്ട്, ഗുരുവിന്റെ അനുഗ്രഹമുണ്ട്. വലിയ മഹാരാത്മാശാലയായി 3 ലോകങ്ങളുണ്ട്. തെറ്റല്ലേ? പാതാള സംബന്ധം പാതാളവും ഭൂമിയും സ്വർഗവും അതിന്റെ ആവശ്യമുണ്ട്. പാതാളത്തിന്റെ പാതാളത്തിൽ നിന്നാണ് സ്വർഗവും ഭൂമിയുടെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാര്യം വലിയ അഹങ്കാരം. എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. ഞാനാണ് അതിന്റെ സന്തോഷം. മറ്റെല്ലാവരും ഒരുപാട് ഗുണങ്ങളുണ്ട്. ദോഷം കാണിച്ചാൽ അഹങ്കാരം. ഏത് ആധ്യാത്മിക ജീവിതത്തിലായിരുന്നില്ല, സാധാരണ ജീവിതത്തിലായിരുന്നില്ല, ലോകത്തേക്ക് തടസ്സമായിട്ടുള്ളത് അഹങ്കാരമാണ്. ഞാനെന്ന ഭാവം കേട്ടിട്ടുണ്ടെങ്കിലേ ഞാനെന്ന ഭാവമുണ്ട്, ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. എനിക്ക് അഹങ്കാരം വേണം. അനേകം സിദ്ധികളും സാധനങ്ങളും ഒക്കെ ശുക്രാചാര്യത്തിൽ വലിയ മഹാപക്ഷാലികൾ പിന്നീട് പരാക്രമം സഹിക്കാതെ ജയം നടക്ക വേഷം മാസം ചെയ്തത്. ജയം നടക്ക അങ്ങനെ ഈ ഓരോരുത്തരും ഓരോ വേഷം ചെയ്തു. ഇപ്പോൾ ഈ ജവനാണ് കാക്കയുടെ സഹിച്ചവൻ കാക്കയുടെ അതുകൊണ്ടായിരിക്കും ഈ വലിയൊക്കെ കാക്കയുടെ ഇപ്പോൾ ഓരോ ദൈവങ്ങളും ഭയപ്പെട്ട് മറ്റു ലോകങ്ങളിലേക്ക് പോയത് വലിയ ആണെങ്കിലും പ്രാണക്രമം കൊണ്ട് 3 ലോകം എഴുതി അതിശക്തനായിട്ടുള്ള ശക്തമായിട്ടുള്ള വലിയുടെ നാട്ടിലെ ഭക്തി കാണില്ല, ഭക്തി നിഷ്ഠിക്കില്ല. അതുപോലെ കിട്ടുന്നത് ധനം സമ്പാദിക്കും. അപ്പോഴാണ് നമ്മൾ ധർമ്മ അത് വലിയ അഹങ്കാരമാണ്. അങ്ങനെ അഹങ്കാരിയായി ബലി അപ്പോൾ ഭഗവാൻ ഈ ബലി പ്രഭാവ പ്രവർത്തിയാണ് അല്ലേ? പ്രഭാവ എടുക്കുന്നതാണ് ബലി. പ്രഹ്ലാദ ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ പ്രഹ്ലാദിന്റെ പ്രവർത്തനമാണ് ബലിയോട് അതേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബലിക്ക് ഈ അഹങ്കാരം അല്ലെങ്കിൽ ശക്തിയൊക്കെ ഉണ്ടാകുന്നതാണ് ജീവിതം അനുഭവം. ഇപ്പൊ ദേവനാട് ബലിയുടെ പരാക്രമണത്തെ കഴിച്ച് നാളിട്ട് വരുന്നത് ഒരാളെന്നറിയില്ല, നാളിട്ട് വരും. അപ്പോഴാണ് ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥിദേവി ഭഗവാനെ ശ്രമിച്ചു. അതായത് ഭർത്താവിനെ ശ്രമിച്ചു. ഭർത്താവിനെ പറഞ്ഞു ദൈവം ഉപേക്ഷ നഷ്ടേഷു ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം മാത്രമാണ് ദേവമാതാവിന്റെ അതിഥി. ദേവന്മാരുടെ അതിഥിദേവി ഭർത്താവിനെ ശ്രമിച്ചപ്പോൾ കശ്യപരാവണമാണ്. അതിനും ഇടക്കിടക്കൊക്കെ ശരീരം ഇടയ്ക്കിടയ്ക്ക് ആശ്രമിച്ചു വരും. അതോടെ ആശ്രമത്തിൽ നോക്കുമ്പോൾ ഒരു നിശബ്ദത, ഒരു ശ്മശാനമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദ്യമില്ല, ഇവിടെ ധർമ്മ വേളകൾ നടക്കുന്നത് അതിഥികളെ ചോദിക്കാറില്ലേ? ഈ 8 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവസാനമാണ് ചോദിച്ചത് കുട്ടികളൊക്കെ സുഖമല്ലേ. ഒരു ഋഷിയെ സംബന്ധിച്ച് കുട്ടികളെക്കാളും പ്രധാനപ്പെട്ട ആഹാരം
തൻ്റെ അനുഷ്ഠാനങ്ങൾ ഇവിടെ വരുന്ന അതിനെ സ്വീകരിക്കാതെ അതേപോലെ ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും മടങ്ങി പോയിട്ടുണ്ടോ പലരും അവസാനം ചോദിച്ചു കുട്ടികൾക്കൊക്കെ സുഖം തന്നെ ഈ ചോദ്യം ചോദിക്കാനാണ് അതിഥി ഉണ്ടായത്. അദ്ദേഹത്തിനുള്ളിൽ അദ്ദേഹത്തിപ്പോൾ അതിഥി പറഞ്ഞു കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ വിഷമത്താച്ചാൽ എൻ്റെ കുട്ടികളൊക്കെ എവിടെയാണെന്ന് അറിയില്ല. അപ്പം നാട്ടിൽ പോയി അസുഖന്മാർ അക്രമണം സൗകര്യാതെ ദേവലോകത്തൊക്കെ കാര്യമായിരുന്നു ഇതായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ കിട്ടാൻ ഒരു മാർഗം പരിശ്രമം സജനങ്ങളാണ് ഏത് ആപത്തുമായാലും ഭഗവാനെ ശ്രമിക്കുന്നത്. അതാണ് സജനങ്ങളുടെ ലക്ഷണം. ഏത് ആപത്തും ഭഗവാനെ ആശ്രയിക്കാം. അത് പാരായണത്തിൽ ഹരിസ്വതി സർവം ഇവർക്ക് നോക്കണം. ഹരിസ്വതിയാണ് എല്ലാ ആപത്തും ഇല്ലാതെ സജ്ജനങ്ങൾ അത് ഉപദേശിച്ചത്. വേറെ ഒരാളാണ് വേറെ സ്വന്തം പറയുന്നത് ആ ചക്ക കെട്ടാൽ മതി നിരസ് കെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഉത്തമ പുരുഷന്മാരെല്ലാം നാം ജയിക്കുന്നത് നാമസംകീർത്തനം സർവനാമം നാമം ജയിച്ചാൽ മാറാത്ത പാത്രമില്ല, മാറാത്ത ദുഃഖങ്ങളില്ല. അതുകൊണ്ട് അതിനോട് പറഞ്ഞു നാമം ജയിക്കാണ് വേണ്ടത്. എന്നാൽ ഞാൻ പറഞ്ഞത് അവിടെ വേണ്ട പോലെ നശിച്ചാൽ അതിന് ദുഃഖങ്ങൾ വരും. അങ്ങനെ നിരമാറ്റമായിട്ട് നദി ഒരു പഴവും നശിക്കുന്നതാണ്. വെള്ളം നടത്തുന്നത് പാലിനാണ് പ്രാർത്ഥന. നേതൃത്വത്തിൽ പ്രാർത്ഥന അഭിഷേകത്തിൽ പാല് പ്രസാദം നടത്തുന്ന പാല് ഇപ്പം പാലിനാണ് പ്രാർത്ഥന. വെള്ളം കൊടുത്തില്ലേ ദ്വാദശാഹം പ്രയോഗം 12 ദിവസം നീണ്ടത് പ്രയോഗം ഇതാണ് വേറെ സ്ഥലത്തുണ്ടെങ്കിൽ ഇവിടെ പ്രദേശത്തും. അപ്പോൾ അതിന് കയറി ശ്രദ്ധയോടുകൂടി തപസ് ചെയ്ത് എന്താണ് നിർദ്ദേശിച്ചു. അതെന്താ ഒരു അമ്മ തനിക്ക് വേണ്ടി ചെയ്യുന്നതിനുള്ള ശ്രദ്ധയുണ്ടാവും തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു. നമുക്ക് വേണ്ടി അമ്മമാരെ നല്ലതാണ് നല്ല അവരുടെ കാര്യത്തിനേക്കാൾ പ്രാധാന്യം കുട്ടികളുടെ കാര്യങ്ങളും അതിനെ ഇവിടെ നിശ്ചിച്ച് എൻ്റെ വീട്ടിൽ അമ്മയെ വേണ്ടിയിട്ടില്ല തൻ്റെ കുട്ടികളെ അനുഭവിക്കില്ല. ആ ശ്രദ്ധയോട് ശ്രദ്ധാനുരൂപം ബലഹേതൃത്വ ശ്രദ്ധാനുരൂപം ബലഹേതൃത്വ ശ്രദ്ധയ്ക്കനുസരിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ആധ്യാത്മിക വിഷയത്തിൽ ശ്രദ്ധയില്ലാതെ കേട്ടുകഴിഞ്ഞാൽ അതില്ല. ദേവിതാമിലെ ആദ്യം പറയുന്ന ശ്രദ്ധ പറഞ്ഞാൽ ഗുരു വേദാന്ത വാക്യോട് വിശ്വാസ ശ്രദ്ധ. ഗുരുവിനും വേദാന്ത വാക്യത്തിലും വിശ്വാസം എൻ്റെ ശ്രദ്ധ. അതിന് ശ്രദ്ധാപൂർവം ശ്രദ്ധാപൂർവം ശ്രദ്ധ കഴിച്ചിട്ടുള്ള 1 ദിവസം കഴിയുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷം ഭഗവാനെ കണ്ടപ്പോൾ അതിന് കയറി കാട്ടിൽ വീണ് അവസരത്തിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നു. ഓരോ ദിവസം സാധാരണ സ്ത്രീകള് സാഷ്ടാംഗ നമസ്കാരം ചെയ്യാറില്ല. അവരെ മുട്ടുകയും നമസ്കരിക്കാം. അതിന് ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് നമസ്കാരം ചെയ്തിട്ടുണ്ട്. വ്യക്തമാകും മനസ്സിലാക്കി ഒന്നും ആലോചിച്ചില്ല. ഞാൻ ചെയ്ത് ശരിക്കാണോ തെറ്റാണോ ഇനി നമസ്കരിക്കാമോ ഒന്നും ആലോചിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് വീടിനെ അവസരത്തിൽ ഒരു ശ്രമിച്ചു പോകും. ഇപ്പം അവിടുന്ന് യജ്ഞേശ അവിടുന്ന് യജ്ഞേശ്വരനാണ് എല്ലാത്തിലും അഭിനന്ദിക്കാണ്. അത് ഞാൻ രക്ഷിച്ച അത് വേണ്ട അങ്ങനെ അതിൽ ഭഗവാനെ വളർത്തും പ്രഭാതം അല്ലേ 21 തലങ്ങൾ രക്ഷിച്ചാണ് പ്രഭാത പ്രവർത്തനമാണ് വലിയ ശിക്ഷിക്കുന്ന രക്ഷിക്കണം. പക്ഷേ വലിയ കാര്യം ചെയ്ത വലിയ എത്താൻ ചെയ്ത് വലിയാകാൻ പ്രഭാത പ്രവർത്തനമാണ്. പ്രഭാത പ്രവർത്തനമായിരുന്നു പ്രഭാത മത്സരം ഭഗവാനത്തിൻ്റെ പ്രഭാതത്തിലെ ഞാൻ പ്രസാദത്തിനെ പ്രസാദന്റെ ബലികളോട് വിജയെ ശിക്ഷിക്കാൻ പ്രവർത്തിക്കാൻ അദ്ദേഹം അനുകൂലിക്കാൻ പ്രവർത്തിക്കാം. അനുകൂലിച്ച് വലിയ തെറ്റാണ്. എന്തൊക്കെ കിട്ടാമെന്നെല്ലാം നശിച്ച് സ്വർഗലോകത്തിലെ ഭൂമിയെ നരകാക്കി നടത്തിയത് വലിയ ശിക്ഷിക്കുന്നതാണ്. പക്ഷേ വലിയ പ്രധാന പ്രവർത്തനമാണ്
പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യജ്ഞേശ യജ്ഞവിധ യജ്ഞേശ യജ്ഞവിധ ഒരു യജ്ഞവിധനാണ്, അച്യുതനാണ്, നിങ്ങളുടെ മാനസ് ശ്രമിച്ചാൽ തന്നെ പവിത്രമാണ്, തീർത്ഥമാണ്. അങ്ങനെയാണ് എന്റെ ദുഃഖം തീർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഭഗവാനറിയാം. അതിൻ്റെ ആഗ്രഹം നല്ലതാണ്. പക്ഷേ അതിന്റെ ഈ ദേവന്മാരുടെ വിരോധം, അസുരന്മാരുടെ വിരോധമില്ല. അത് വേണ്ട. ഇത്രയും ദിവസം 12 ദിവസം യജ്ഞാഭിഷേകം മനസ്സിലായില്ല. എത്ര ദിവസം അനുഷ്ഠിക്കണമെന്നല്ല, നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയൊന്നുമല്ല. അവിടെ അതിലേയും ഒരു 3 ശ്ലോകമാണ്. ആ 3 ശ്ലോകത്തില് ഭഗവാന്റെ സംഭവങ്ങൾ നമുക്ക് 16 സംഭവങ്ങളുണ്ട്. 16 സംഭവങ്ങൾ ഇവരുടെ എല്ലാ നാളുകളും 3 ശ്ലോകങ്ങളുണ്ട്. യജ്ഞേശ യജ്ഞവിധ സംഘത്തിശേഷം ഭഗവാന്റെ സിദ്ധനാഥ എന്ന സംഘത്തിശേഷം എന്താ ചെയ്തത്? ഭഗവാനെ സംശയം അമ്മയോട് പറയുന്നതിനാണ് മഹാത്മാവ് നമ്മൾ ഏത് ചിന്തയാണ് ഉപായം ഞാൻ കണ്ടുപിടിച്ചതാണ്. ബലിക്ക് മുട്ടുന്നത് സാധാരണ ജനങ്ങളിൽ നിന്ന് മുട്ടുന്നത് ഉപായം കണ്ടുപിടിച്ചത് മഹാത്മാവ് നമ്മൾ ഏത് ചിന്തയാണ് ഉപായം കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ തന്നെ പറഞ്ഞു. ഞാൻ അതിജീവമായിട്ട് എന്നിട്ട് അമ്മയുടെ ആഗ്രഹം സാധിച്ചെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു. പിന്നെ അതിലേക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ള നൃത്തമാണ് ഭഗവാന്റെ നാമങ്ങളുണ്ടായത്. അതിലേക്ക് ഭഗവാന്റെ ഭഗവത്വത്തിന്റെ ഒന്നിനോടി ഇരിക്കുന്ന സമയത്ത് യുദ്ധം വിജയിക്കാൻ ബ്രഹ്മാവതിയുടെ ദേവന്മാരുടെ പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധം വിജയിക്കാൻ എങ്ങനെയാണോ അവർ ശ്രമിച്ചത് അതാണ് ആഗ്രഹം എങ്ങനെ പ്രാർത്ഥിച്ചത് അതേപോലെ പ്രത്യക്ഷമായി. അതിലേക്ക് എങ്ങനെ വളർത്തുന്നത് ആ രീതിയിൽ ഭഗവാൻ പ്രത്യക്ഷമായി. എന്നിട്ട് വൈഷ്ണവരൂപത്തിലുള്ള ഭഗവാനെ അതിലേക്ക് ചിന്തിച്ചു. ഭഗവാന്റെ അവതാരണ്ടായിരുന്ന ശ്രോണായ ശ്രവണദ്വാദശ മുഹൂർത്തെ അഭിനയിക്കുന്നു. ശ്രോണ ശ്രാവണമാസം നമ്മുടെ ഈ മാസം, ഈ മാസത്തില് ശ്രവണദ്വാദശ സമയത്ത് മുഹൂർത്തെ ഒരു നല്ല സമയത്ത് മഹാവിഷ്ണുവിനുള്ള വാമനായിട്ടല്ല, അത് മഹാവിഷ്ണുവായിട്ടാണ്. അത് ഭഗവാൻ വാമനാവതാര സൂര്യത്തെ ദിവസമാണ് നമ്മൾ സിനിമാതിൽ സോണായ ശ്രവണദ്വാദശ. അതായത് അടുത്ത ദിവസമാണ് പാവ മഹാവി മഹാവിഷ്ണു ഒരു താനമായി അദ്ദേഹത്തെ വിളിച്ച് സർക്കാരുകാരുടെ അങ്ങനെ ചെയ്യുമോ? എന്നങ്ങനെ പ്രസിദ്ധി അമ്മയുടെ ആഗ്രഹം സാധിച്ചത്. അമ്മയ്ക്ക് ആഗ്രഹം അസുരന്മാരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുട്ടികൾ വന്നാണെന്ന് കുഴപ്പമില്ല, അവരുടെ മക്കളുടെ ദോഷങ്ങളാണെന്ന് ശരിയിലേക്ക് എന്റെ കുട്ടികളുടെ ബുദ്ധിമുട്ടില്ലാതെ അതേപോലെ സ്വന്തം അവസരം വേണം. അത് ന്യായമാണ്. വിളിക്കുക അതിന്റെ കൂടെ അസുരക്കാർക്ക് പണം കൊടുക്കുന്നത് മനസ്സ് 12 ദിവസം പോലും ശത്രുനാഥം പോലെ അതുപോലെ വിജയിക്കുമ്പോൾ 12 മാസമാണ്. 12 മാസത്തിലാണ് വിജയിലേക്ക്. ആ വിജയിലേക്ക് 12 ദിവസം അധികാരികൾ ഉത്തരന്മാരുടെ അഭിപ്രായത്തോട് അധികം പറയേണ്ട ആവശ്യമില്ല. അവര് എത്രയോ ജന്മങ്ങളിലെ മാസങ്ങൾക്ക് മനസ്സിലാക്കി ഒരു പ്രാവശ്യം പറഞ്ഞാൽ കുറച്ച് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കും. അല്ലാത്തവരും എത്ര പറഞ്ഞാലും കുഴപ്പമില്ല. വിശ്വാസത്തിന്റെ ഭഗവാന്റെ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിലേക്ക് ശ്രദ്ധാവ് കേൾക്കാൻ സാധിക്കും. അതിനകത്ത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന്റെ ദില്ലിയിലേക്ക് എത്ര ശുദ്ധി ഉണ്ടാവില്ല. അസുഖമാവാം. അപ്പോ ദില്ലിയിലേക്ക് ഉദ്ദേശിച്ചപ്പോൾ 12 മാസവും അതിലേക്ക് ഉദ്ദേശിച്ചപ്പോൾ 12 ദിവസം പ്രസ്താവനയ്ക്കുന്നു. ഒരു ഭാര്യയ്ക്ക് 12 മാസം 12 ദിവസം. എന്താണെന്ന് വെച്ചാൽ അതിഥിയുടെ മത്സരം
മാസമാകുന്ന ഒരു മനസ്സാണ്. മനസ്സ് ശുദ്ധമായ അനുഭവമുണ്ട്. അതുകൊണ്ട് ഒരു 12 മാസം ഏറ്റവുമാരുടെ കാര്യങ്ങളാണ്. ഇപ്പൊ ദേവന്മാരുണ്ടായത് ഇങ്ങനെയാണ്. ദാമ്പത്യത്തിന്റെ പ്രത്യേകത ആശ്ര ദാമ്പത്യം, ദൈവിക ദാമ്പത്യം. ദൈവമായിട്ട് ദാമ്പത്യം ഞങ്ങൾക്ക് ദാമ്പത്യം ആശ്ര ദാമ്പത്യമാണ് ഇഷ്ടപ്രദമായിട്ടുള്ളത്. ഭഗവാന്റെ അവതാരങ്ങൾക്കൊക്കെ പ്രശ്നത്തിനുണ്ട്. സത്യപ്രധാനമായ വളർച്ച ദോഷിക്കാൻ എല്ലാ ജീവരാശികളും ബ്രാഹ്മണ അങ്ങനെ ഇതിലെ ദോഷം കാണുന്നത് വാഹനമൊക്കെ സ്വമായ സ്വപ്നദ്വാദശ ഇന്നത്തെ അഭിജിക്കപ്പെട്ടു അഭിജിക്കം അടുത്ത വർഷത്തെ വിവാഹത്തിനാണ് ഇവിടെ വാമനായിട്ടാണ്. വാമനായിട്ടല്ല അത് ചിലപ്പോൾ മഹാവിഷ്ണു സ്വരൂപത്തിലാണ്. മഹാവിഷ്ണുവായിട്ടാണ് കണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഭഗവാന്റെ അവതാരശക്തി ദുഃഖമൊക്കെ പ്രകാശിച്ചു കൃഷ്ണാവതാരത്തിനൊക്കെ അല്ലേ. അതുപോലെ ഭഗവാന്റെ 3 അവതാരങ്ങളാണ്. അതുപോലെ രാമൻ കൃഷ്ണാവതാരം 3 അവതാരത്തിലാണ്. അപ്പോൾ അതിഥിയുടെ ദാഹമുണ്ട്. അവിടെ അതിഥിയുടെ ആശ്രമത്തെ ഇതില്ലാതെ ആശപ്പെടുത്തുന്നുണ്ട്. യുദ്ധമില്ല, സുഖമില്ല, സാധുഭാവത്തിനായിട്ട് അതീതപുത്രനായിട്ട് അതീതപുത്രനായിട്ട് ബ്രാഹ്മണവാദത്തെ ആദ്യത്തെ കൃഷിലോകത്തിലാണ്. പിന്നെ ഒപ്പം വരുന്ന ആളായിട്ടാണ് വാമനന്റെ വാമന ശരീരം നല്ല സുന്ദരനാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ നല്ല സൗന്ദര്യം. എവിടെയാണ് ഭഗവാന്റെ സൗന്ദര്യം ഇല്ലാത്തത്? ഏത് അവതാരത്തിലും ഭഗവാന്റെ സൗന്ദര്യത്തിന് ഒരു കുഴപ്പമില്ല. മനസ്സുമായിട്ട് പറഞ്ഞാൽ അതിലൊരു സൗന്ദര്യമുണ്ട് അല്ലേ. പക്ഷെ ആ സൗന്ദര്യം എവിടെയാണ്? കണ്ണിലേക്ക് നോക്കി മാറി. ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കിയാൽ സൗന്ദര്യം അനുഭവിക്കാം. ആ ആനന്ദം ആനന്ദമുള്ള ആനന്ദം അതിനെപ്പോഴും പ്രകാശിക്കണം. അങ്ങനെ സൗന്ദര്യങ്ങളുടെ ഏത് രൂപത്തിൽ അവതരിച്ചാലും ഭഗവാനെ കഴിയില്ലേ. ആദ്യം കൃഷ്ണസ്വരൂപമായിരുന്നു. പിന്നെ കുട്ടിയായി ഇത് വന്നു രാമകുമാരൻ ഇതെല്ലാം ഉപസംഹൃതിയിലേക്ക് ഒരു ബ്രാഹ്മണകുമാരനെ വേദാഭ്യാസത്തിന് വേണ്ടി ദ്വീപിലേക്ക് അയക്കുന്ന സമയമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് സമയം സാധനങ്ങൾ കടന്നു. ആ സാധനങ്ങളൊക്കെ ഓരോരുത്തരും കൊടുത്തു. ഭൂമിയിലേക്ക് പാദം കൊടുത്തു, ആകാശങ്ങൾ കൊടുത്തു, ചന്ദ്രൻ നെല്ല് കൊടുത്തു, ലോകത്തിൽ കൊടുത്തു. അപ്പോൾ അതിനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. വേഷങ്ങളൊക്കെ നമ്മളുണ്ട്. കവിതയും പോലും ധരിച്ചിട്ടില്ല. അപ്പോൾ അതിനെ ധരി നോക്കിയേ കൊടുത്തു. അത് കഴിഞ്ഞ് വിഷാവാദം കൊടുത്താൽ കുബേരൻ വിഷാവാദം കൊടുത്തു. കുബേരൻ എന്ന് പറഞ്ഞാൽ ധനത്തിലുള്ള അജ്ഞനല്ലേ. കുബേരൻ വിഷാവാദം കൊടുത്തു. സാധാരണ യുവതിനെ കഴിഞ്ഞാൽ അമ്മയാണ് ആദ്യം വിഷ കൊടുക്കുക. കണ്ടോ കുബേരൻ കഴിഞ്ഞാൽ പാത്രമായിട്ട് ആദ്യം അമ്മയുടെ കല്യാണം പോകും. യുവനം ഗ്രാമമൊന്നും മാത്രമല്ല, ശക്തികൾക്ക് വൈശ്വര്യം ഒന്നുമില്ല, പ്രയോജനങ്ങളൊക്കെ ഒന്നുമില്ല. ഇവിടെ ബ്രാഹ്മണനാണെങ്കിലോ ഭൗതി ഭിക്ഷാമേഹി എന്ന് പറയാം. ക്ഷത്രിയനാണെങ്കിലോ ഭിക്ഷാമേഹി മാത്രമാണ്. അതുപോലെ ആരാ ഭിക്ഷ കൊടുത്തത്? സാക്ഷാൽ അന്നപ്രദേശി. അന്നപ്രദേശിനെ ശങ്കര പ്രാണവല്ലഭെ ജ്ഞാന വൈരാഗ്യ സിദ്ധാന്തം ഭിക്ഷ ചെയ്തു. ഏത് ഭിക്ഷയാണ് കരുതുന്നത്? ജ്ഞാനഭിക്ഷ. ജ്ഞാനമാണ് ഭിക്ഷ, വൈരാഗ്യമാണ് ഭിക്ഷ. നമ്മുടെ മറ്റ് ഭൗതികങ്ങളെല്ലാം വർദ്ധിക്കുന്നത് അമ്മ നമുക്ക് തന്നെ വൈരാഗ്യം ജ്ഞാനം വൈരാഗ്യം അത് വന്നതിന് രക്ഷപ്പെടും. അല്ലെങ്കിൽ കെട്ട് ഒട്ടിക്കാൻ സാധിക്കില്ല. ജ്ഞാനം വൈരാഗ്യം ഏതായാലും ബ്രഹ്മയാനത്തെ 3 കഴിയണം. അവിടെ അഗ്നികാര്യം പ്രദേശം അഗ്നികാര്യം വന്നാൽ ബ്രഹ്മയാനത്തെ എല്ലാ ദിവസവും ആക്കാൻ
അനുഷ്ഠിച്ച് അതിനുശേഷം ബലിയുടെ യാഗശാലയിലേക്ക് പോകും. ബലിയുടെ യാഗശാല ാണ് ബലി 100ാമത്തെ അശ്വമേധനം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 100 അശ്വമേധനം കഴിഞ്ഞാൽ ഇന്ത്യൻ ആവുന്നതിന് ഇന്ത്യയിലേക്ക് അർഹനായി. അർഹനായി. അപ്പോൾ ആ യാഗം കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഒരുപാടും ഈ യാഗത്തില് എനിക്ക് ശക്തി കൂടി കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വർഗ്ഗലോകം സ്വപ്നം കാണാൻ. അപ്പോൾ ആ 100ാമത്തെ യാഗശാലയിലേക്കാണ് യജമാനം ബലിഭൂണാം ബ്രഹ്മകുമാരന്മാരുടെ ബ്രാഹ്മണന്മാരുടെ ഇതാണ് നടത്തുക. ഇത് നടത്തുമ്പോൾ ഭാരയണയാമ സന്നമയം പതേ ഓരോ സൗകര്യത്തിലും ഭൂമിയെ ആർന്നു വരുന്നത് തോന്നുന്നു. ഇനി അവിടെ വലിയ കാണാതെ നടന്നു പഠിക്കാന്ന് പറഞ്ഞു. ഭാരയണയാമ സന്നമയം പതേ വരുമ്പോൾ യാത്രേണ ഭാവി അഭിമോചന കഴിയുമ്പം ഈ കാണിക്കാൻ എതിരത്തിന് കാണിച്ചു നടത്തുന്നത് നടത്തുന്നുണ്ടാകാം. ഭൂമി മുഴുവൻ ഭഗവാന്റെ പ്രഭാവം പറയോ? ഭഗവാന്റെ പ്രഭാവം പറയില്ലേ? ഭഗവാൻ നോക്കുമ്പോൾ ഈ ഭൂമി ഒരുപാട് പേര് ധരിച്ചു. എല്ലാവരും ധരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ആളുകൾ സംശയം നടന്നു നോക്കാനാണ്. സ്വന്തമയം പദവി ആ വലിയ യാഗശാലോ സ്ഥലത്ത് വലിയ യാഗം നടത്തണം. ശിവയാഗം സമയത്ത് വലിയൊരു യാഗമാണ്. അത് യാഗം പലർന്നുണ്ട്. ഏകാദം പ്രയാണം വിശാഖം ഒക്കെ ഉണ്ട്. ചില യാഗങ്ങൾ അനേക ദിവസം കിട്ടും. രാജശൂര്യ അനേക ദിവസം 8 മാസമാണ് അശ്വമേധാനം നടത്തുന്നത്. അശ്വമേധാനം നടത്തുന്ന യാഗശാലയിലേക്ക് ഈ വാമനമൂർത്തി ഭാരയണ സന്നമേധേ ഓരോ ജീവൻ നടന്നു വെച്ചുകൊണ്ട് യാഗശാലയിലെത്തുമ്പോൾ അതുപോലെ തന്നെ മനുഷ്യന്മാരും ജ്യോതിന്മാരൊക്കെ ഭഗവാന്റെ തേജസ് കണ്ട് വീട് വേണം നമസ്കരിക്കാൻ വരും. വേണ്ട തന്നെ ഇതില്ലാത്ത തേജസ് അവരൊക്കെ മാന്യമാണ് നമസ്കരിക്കുക. അപ്പോൾ ബലി ഈ വാമനമൂർത്തിയെ സ്വീകരിച്ച് ആളെ ഇടിച്ചത് അന്വേഷണം സുമംഗളം ദേവദേവോ ചക്രമോടി എനിക്ക് ഭഗവാന്റെ കാല് കഴിക്കാൻ നോക്കിയിട്ടത് അശക്തിട്ടോ എന്തുകൊണ്ടാണ് പ്രധാനവംശയാണ്. ഭഗവാന്റെ വംശാലകള് എനിക്ക് ഭഗവാന്റെ കാല് കഴിക്കാൻ നോക്കിയിട്ട് നമ്മള് ഭഗവത്വം നോക്കിയാല് ഇവരെ ബലി ഭഗവാന്റെ കാല് കഴിച്ചു. രാജസൂയാഗത്തിന് ധർമ്മോത്തരം ഭഗവാന്റെ കാല് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഭാഗ്യം കിട്ടുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുകയാണ് എത്ര പ്രാവശ്യം ആ കൊച്ചുകൃഷ്ണന്റെ കാല് കഴിക്കുന്നത് അല്ലേ? യശോദയുടെ ഭാഗ്യം. ഇവിടെ പ്രസാദ വംശജയാണ്. എന്തുകൊണ്ടാണ് ബലിക്ക് ഭാഗ്യം കിട്ടിയത്? പ്രസാദ വംശം. പ്രസാദന് വംശജത് പ്രധാനപ്പെട്ട ഭക്തൻ പ്രധാന പേര് കിട്ടിയത് സഹസ്രാമില്ല. സഹസ്രാമില് പ്രസാദിക്കാവുന്നതല്ല. പ്രസാദങ്ങളുടെ വാത്സല്യത്തിന്റെ ഒരു അവസരം കൊടുത്തു ബലിക്ക് അഭിനയിക്കുന്ന അവസരം. ബ്രഹ്മാവ് അടുത്തേക്കാണ്. ബ്രഹ്മാവ് നിങ്ങൾക്ക് ആലോചിച്ചു. പിന്നെ രാജസൂയാഗത്തെ ധർമ്മോത്തരം നിങ്ങൾക്ക് ആലോചിച്ചത് നൂറും പേർക്ക് കിട്ടിയത്. ആ ദിവസമാണ് ഗംഗയായിട്ട് ചെയ്തതെന്ന് പറയും. ഗംഗയ്ക്ക് അത് പ്രത്യേകത വിമോട്ടികളുമായിട്ട് വരുന്നത്. വിമോട്ടികളുമായിട്ട് വരുന്നത് അത് ആദ്യം ഭൂമിയിലേക്കുള്ള ഭഗീരഥനാണ്. ആ ഭഗീരഥൻ ആ ഗംഗ കൊണ്ടുവന്നപ്പോൾ മഹാദേവന്റെ ശിരസിൽ പിടിച്ചുപോയി.
വിലയിൽ വിളിച്ചു. അവസാനം ആദ്യത്തെ പ്രാർത്ഥിച്ച് അതിനെ സ്തുതിച്ച് അതിന്റെ സമ്മതമൊക്കെയാണ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മഹാദേവന്റെ ഈ പ്രാർത്ഥന ശിവസേനയും മഹാദേവ ശിവസേനയും പിന്നെ ആരൊക്കെയാണോ ഭഗവാനെ ചോദിച്ചത് അവർക്ക് ഗ്രഹിക്കാൻ നടത്തുന്നത്. പിന്നെ പെരുമാൾ കഴിച്ചത് ഗവൺമെന്റിലെ പെരുമാളിന്റെ ഗവൺമെന്റിലെ ജനങ്ങളെ അപ്പോ മഹാവിഷ്ണു ആഘോഷം ഇന്ന് ഇങ്ങോട്ടുള്ള മഹാവിഷ്ണു ആഘോഷം പിന്നെ മഹാദേവ ശിവസേനയുള്ളത് പിന്നെ ജനങ്ങൾക്ക് ഗംഗയായിട്ട് ഭൂമിയിലെന്നോ ഭഗീരഥന്റെ അനേകം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഭാഗീരഥി ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രഭാവം ബ്രഹ്മാവ് കഴിയിച്ചപ്പോൾ അതിൽ നിന്ന് ജനാത്മികത. അതുകൊണ്ട് ഗംഗയ്ക്ക് ഇതില്ലാത്ത പുറത്തുള്ള നദിയുടെ പേര് വരുമ്പോൾ ആദ്യം എന്താ പറയാം ഗംഗയുടെ ഉന്നയിക്കുക ഗോദാവരി സരസ്വതി നമ്മുടെ സിന്ധുനാടോടി. അപ്പൊ നദികളുടെ പുറത്ത് ഗംഗയ്ക്ക് ഇത്രയും വലിയ സ്ഥാനം കാണുന്നതെന്ന് വെച്ചാൽ ഗംഗയ്ക്ക് മുന്നോട്ട് നാട്ടിൽ വന്നത് മഹാദേവ സരസ്വതിയാണ്. മഹാവിഷ്ണുവിന്റെ ആദർശമാണ്. ബ്രഹ്മാവ് 9 ജന്മം കഴിച്ചതാണ്. അപ്പോൾ മഹാദേവനെ ആദിനെ ആശ്രയിക്കുന്നവരും മഹാവിഷ്ണുവിനെ ആശ്രയിക്കുന്നവരും ബ്രഹ്മാവിനെ ആശ്രയിക്കുന്നവർക്കൊക്കെ പ്രിയപ്പെട്ടതാണ് ഗംഗ. ഗംഗയ്ക്ക് കരുതുന്നില്ല. അപ്പോൾ ഗംഗയാലെ ഗംഗ പോലെ സർപ്പഞ്ചു അതിന് ഗംഗയെ കൊടുത്താണ്. ഇപ്പോഴാണ് അഗ്നിയുടെ ശബ്ദമായത്, ഇപ്പോഴാണ് യാഗഭൂമിയായത് എന്നൊക്കെ അർത്ഥിച്ചത്. ഏതെങ്കിലും സംക്രമണം നടക്കുന്ന സ്ഥലത്ത് ഒരു മഹാപുരുഷൻ യാദൃശ്യമായി കയറി വന്നാൽ അത് വളരെ പുണ്യമായി കണ്ടുവരുന്നത്. നമ്മൾ സപ്താഹത്തിന് സമയത്ത് ഏതെങ്കിലും മഹാത്മാവ് വന്നു കഴിഞ്ഞാൽ പുണ്യദർശനമാണ്. എന്നാൽ അവിടെ കാണുന്നതല്ലേ അവരെ കണ്ടാൽ തന്നെ പാവങ്ങൾക്ക് ദർശനം വഴി മഹാവിഷ്ണുവിനെ കണ്ടാൽ അപ്പോൾ മഹാവിഷ്ണുവിനായിട്ടുള്ള നമ്മൾ ഏതെങ്കിലും യാഗശാലയിലോ സപ്താഹങ്ങളിലോ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ കുട്ടിയാണ് 8 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരുടെ തേജസ് നമുക്ക് ചന്ദ്രൻ ഇരിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്വർഗം ചന്ദ്രൻ ഇരിക്കുന്നത് നക്ഷത്രങ്ങളുടെ സ്വർഗം ഉണ്ടാവും. ചന്ദ്രനെ വിചാരം നക്ഷത്രങ്ങളൊക്കെ ഈ ഗംഭീരാതി കടന്നു വന്നപ്പോഴേക്കും ആ സദസ്സുകളുടെ ഇതില്ലാത്ത പ്രഭാവം സംരക്ഷണ അതായത് അതി ചോദിച്ചു വിജ്ഞാനം ചോദിച്ചു എന്താണ് എന്ത് വേണമെങ്കിൽ നിത്യത്തിലോ മാനസിക പ്രതീക്ഷയോ ഇന്നേക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം പ്രതീക്ഷയെ എന്നിൽ നിന്ന് സ്വീകരിച്ചോ. കാരണം എനിക്ക് ഒരു വിചാരത്തെ ഈ ലോകങ്ങളുടെ വിജയമാണ് അത്ര വലിയ പ്രധാനമില്ല. ഞാനാണ് എല്ലാത്തിനും ഈശ്വരൻ. വലിയ നമ്മളോടോ വലിയ മാത്രമാണോ ഒക്കെ പറയുമ്പോൾ ഞാനെല്ലാം ഭാവത്തില്ല. അതുകൊണ്ടാണ് ഗ്രാമത്തിന്റെ ഞാനെന്ന ഭാവത്തോട് നന്നായി വരണം. ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച കർമ്മം ചെയ്യാതെ അത് അഹങ്കാരം. നമുക്ക് ചെയ്യുന്ന ചെയ്യാതിരുന്നാലും അഹങ്കാരം. ഞാൻ കർമ്മം ചെയ്തില്ലാന്നല്ലോ അത് അഹങ്കാരം. എന്റെ സംഖ്യാവനം കഴിയില്ല ഉണ്ടാകുന്നതല്ല അവരെ അഹങ്കാരല്ലേ. ഞാൻ കൃത്യമായിട്ട് സംഖ്യാവനം കഴിക്കുന്ന ആളാണ്. ഇവിടെ ഞാനില്ല. ഈ ഞാൻ എവിടെ ഉണ്ടാവും ഇവിടെയൊക്കെ അഹങ്കാരം. ചില ആളുകൾ അപ്പുറത്തോടെ ശ്രദ്ധിച്ചാൽ മതി. മാഷത്തിലായാലും അപ്പുറത്തുള്ളത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ ഭാഗം ഞാൻ മുകളിലേക്ക്. അപ്പോ പ്രധാന സാന്നിധ്യമാണ് പ്രധാന പൗത്രന്റെ സാന്നിധ്യം. അപ്പോൾ ഭഗവാനെ സ്വീകരിച്ചു. സദസ്സിൽ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ആ ഗംഭീരം ചോദിച്ചു യജ്ഞത്തിലോ ആംശിക പ്രതീക്ഷയെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഭൂമി വേണോ, പട്ടണങ്ങൾ വേണോ, പശുക്കള വേണോ, സ്വർണം വേണോ. അവസാനം ചോദിച്ചു വിവാഹം കഴിക്കാൻ പെൺകുട്ടിയോടുണ്ട് ചോദിക്കാം. വിവാഹം കഴിക്കാൻ പെൺകുട്ടിയോടുണ്ട്. ഇപ്പൊ എന്താ വിവാഹം കഴിയാത്ത വീട്ടിൽ എന്തെങ്കിലും തലത്തിലേക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ലേ. ഒരു ഗമ്യായതുകൊണ്ട് വിവാഹം കഴിക്കാൻ പെൺകുട്ടിയോട് ചോദിക്കാമോ. കാരണം
രണ്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാതെ രണ്ട് തരം ബ്രഹ്മചാരികളുണ്ട്. പൂർവ്വമാണ് പിന്നെ സ്നാതകം പൂർവ്വമാണ്. അത് എപ്പോഴും ബ്രഹ്മചര്യത്തിന് ചലിക്കാതെ ആ ബ്രഹ്മചര്യ രാഷ്ട്രീയത്തോടും സൃഷ്ടിക്കുന്നതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം. നൈഷ്ഠിക ബ്രഹ്മചര്യം ഭീഷ്മര് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അത് ഗുരുകാലം അവഗാഹനായിട്ട് കഴിഞ്ഞില്ല. ഇങ്ങനെ മറ്റേ സാധാരണ ബ്രാഹ്മണർക്ക് ഉപനയം കഴിഞ്ഞാൽ ഒരു സ്നാതകന്മാർ പറയും. സ്നാതകന്മാർ അപ്പൊ ഇദ്ദേഹം സ്നാതകനാണെന്ന് മനസ്സിലായി. ഇതിന് ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇദ്ദേഹം അറിയില്ല. അദ്ദേഹം നാളെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഉത്താശ്രമത്തിൽ പ്രവേശിക്കാനുള്ള ചോദ്യത്തിന് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ചോദ്യം. അതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പറഞ്ഞു നോക്കാൻ നന്നായി. അതിങ്ങനെയാണ് ഒരു രാജാവ് ചക്രവർത്തി അതിഥികൾ പെരുമാറുന്നത്. ചോദിക്കുന്നതിന് തന്നെത്താവില്ലേ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. വലിയ എങ്ങനെ ചോദിക്കും അഹങ്കാരം നമുക്ക് ചോദിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. എന്തെങ്കിലും നല്ല മാസം പറഞ്ഞാൽ മതി, നല്ലതെന്ന് ചോദിച്ചാൽ മതി. അത് തോന്നിക്കൊന്നും നേരത്തെ കുറിച്ച് വരുമ്പോൾ അപ്പോൾ ഗതിയിലെ ആ മുക്തമായിട്ടുള്ള വാക്കുകൾ എടുക്കുമ്പോൾ ഗതി ഇങ്ങനെയൊക്കെ ഞാൻ വേണ്ടത് ഇങ്ങനെ വളരെ നന്നായി. ഇങ്ങനെയാണ് ഞങ്ങളുടെ മുഴുവൻ വിചാരിച്ചിട്ടില്ല. ഒക്കെ പറഞ്ഞു ഇതിലൊരു നിങ്ങൾക്ക് എന്താ വേണ്ടത് വിശേഷങ്ങൾ എന്താ വേണ്ടത് ഒന്നും എന്റെ കാണാതെ വളർന്നതാവുന്ന ഇങ്ങനൊരു മണ്ണ് എന്താണ് നമ്മൾ നടന്നു നമ്മുടെ കാണാതെ അവരുടെ കാവുകളുണ്ട്. നമ്മുടെ കേസുണ്ട്. അത്രയും വലിയ പുസ്തകം ഒരാളുടെ സ്വകാര്യ ഇവിടെ പറഞ്ഞാൽ മൂന്നടി മണ്ണ് നന്നായി. അത് കേട്ടപ്പോൾ ഈ ബലി ചിരിച്ചു കഷ്ടം. കുട്ടിയുടെ ശരീരം കണ്ടപ്പോൾ മനസ്സിലാക്കിയ ആരോടാണ് യോഗ ആരാധനകളും അവിടെയാണ് ശരിക്കും വാക്കിനിടയിലെ ചുമന്ന വർഷത്തെ ഒരു വഴിയാണ്. ഇതാണ് ഏറ്റവും ലോക ആയുർവേദം. ഈ ലോകത്തിന് മുഴുവൻ ഏക ഈശ്വരനാണ് ഭഗവാനാണ്. അതുകൊണ്ട് പണിയില്ല. ഭഗവാനിಗೆ വിഷയത്തിൽ നടക്കാം. ലോകാനായക ഈശ്വരൻ ഞാനാണ് ലോകത്തിന് മുഴുവൻ ഈശ്വരൻ. അപ്പോ അങ്ങനെയുള്ള മൂന്നര പണ്ട് ചോദിച്ചാൽ എനിക്ക് മോശമല്ല. ഈശ്വരനായിട്ട് ആളുകളുണ്ട് അതാണ് കൊടീശ്വരൻ പോകാനല്ലേ. അങ്ങനെ ലോകാന ഈശ്വരനായിട്ട് അങ്ങനെ ഓരോ കൊണ്ടുവരാനുള്ളൂ. പക്ഷേ എനിക്കത് ആവശ്യമില്ല. എനിക്ക് ആവശ്യം എനിക്ക് സ്വസ്ഥമായിട്ട് കഴിയുന്നത് തപസ്യയാണ്. അതിനെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ ബാലനാണ് ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ വീണ്ടും വീണ്ടും വലിയ ദാനം കൊടുക്കാൻ തയ്യാറായി. നമ്മുടെ വലിയ ജലമാറ്റം വിദ്യാവിധിയാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ബ്രാഹ്മണരുടെ പറഞ്ഞത്. പല ചടങ്ങുകളും പത്നികളുടെ വേണം. പത്നികളുടെ ആലത്തിന് വേണം. പത്നിയാണ് അപ്പോൾ ദാനം കൊടുക്കുന്നതും പത്നിയായിട്ട് ദാനം ചെയ്യുന്നത്. അതും എന്ത് കൊടുക്കണം? ആ കുട്ടിക്ക് ദാനം വാങ്ങിക്കുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കണം. അപ്പോൾ ഈ കുട്ടിക്ക് 3 വന്നത് സാധല്ലേ അത് പറഞ്ഞ് ദാനം കൊടുക്കാൻ വേണ്ടി ജലപാത്രം എടുത്തു. നമ്മൾ നമ്മുടെ നാട്ടിൽ അതെന്താ ശുക്രാചാര്യ കുട്ടിയുടെ വഴിയിലെത്തുന്നു. ചെറുപ്പം കുട്ടിയോ നമ്മൾ കുട്ടീനെ അങ്ങനെയില്ല. ശുക്രാചാര്യ അറിയില്ല. ശുക്രാചാര്യ അറിയാം ആരെ കിടന്നുണ്ടാവും. ശുക്രൻ ആ വലിയോട് പറഞ്ഞു ഏഷ വൈലോചന സാക്ഷാൻ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ഈ ആരാധനയോ വൈലോചന സാക്ഷാൽ വിഷ്ണു സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നമ്മൾ വിചാരിക്കുന്നത് ബ്രഹ്മചാരിയല്ല, ഉള്ളവേഷത്തിൽ വന്നതാണ്. അവിടെ ഉള്ളതാണ്. അപ്പോൾ അങ്ങേക്ക് സാധിക്കില്ല. രണ്ടടികളുടെ മൂന്നാമത്തെ സ്ഥലമില്ലാണ്ടാവും. അപ്പൊ അങ്ങ് സത്യപ്രതിജ്ഞ ലഭിക്കാനാവും. അങ്ങനത്തെ ഇതുവരെ കിട്ടിയ യശസ്സും പോകും. ശുക്രാചാര്യോടും ശേഷ വൈലോചന സാക്ഷാൽ ഭഗവാൻ വിഷ്ണു നൽകിയത്. വേറൊരു നോക്കിയാൽ ഇപ്പോഴാണ് ശുക്രാചാര്യ വികാരം. ശുക്രാചാര്യ ഈശ്വരനെ തൊട്ട് കാണിക്കുന്നില്ലേ?
ഇതാണ് വിഷ്ണു ഭഗവാനെ തൊട്ട് കാണിക്കുന്ന അഷ്ടാവരെ പല വിധത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ബലി പറഞ്ഞു, ഞാൻ വാക്ക് മാറില്ല, ഞാൻ കൊടുക്കാൻ വന്നു കൊടുക്കും. ശുക്രാവിനെ കുറിച്ച് ദേഷ്യം പറഞ്ഞാലോ നാരായണനെ കഴിഞ്ഞാൽ ഇവര് മരിച്ചു അസുരനാഥനെ ജീവിച്ച് ഞാനാണ് ഇന്ന് ബലി സ്ഥാനത്ത് ജീവിച്ചിട്ടുള്ള എന്റെ അംഗങ്ങളല്ലേ ജീവിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് ഇവരനുസരിക്കില്ല. ഇന്ന് ഈ ഐശ്വര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ട് ശുക്രാവിനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലൊക്കെ ഒരു ആവശ്യം പറഞ്ഞു. ഈ ശുക്രായിൽ പോയാലെ ബലി അനുഗ്രഹിക്കാൻ പറ്റും. ശുക്രായുടെ പ്രൊഫഷൻ പറഞ്ഞു ശുക്രപ്രതിനിധിയാണ്. നമ്മൾ ഗുരുവിന്റെ അനുഗ്രഹമാണ് ഈ ശക്തി ലഭിക്കുന്നത്. ഗുരു ഉപേക്ഷിച്ച് പോയാൽ അങ്ങനെ ഗുരു ഉപേക്ഷിച്ചുമാണ് ശുക്രൻ ഭഗവാനെ കാണിച്ചത്. അപ്പോൾ ശുക്രായോട് പോയി അവർക്ക് വിജ്ഞാതി ദാനം കയ്യിൽ കൊടുക്കും. ദാനം കൊടുക്കുമ്പോൾ ഉദകമെന്ന് നമുക്ക് ദാനം ചെയ്യണം. ഉദകത്തിന്റെ ജലത്തോടുകൂടി ദാനം ചെയ്യണം. ജലം കഴിഞ്ഞ പുഷ്പം ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ കാണുന്നതാണ്. അത് പറയുന്നതാണ് ദാനത്തിന് നിൽക്കുന്നത്. ദാനത്തിന് സ്ഥലമുണ്ട്, ദാനത്തിന് സമയമുണ്ട്. ഇതൊക്കെ നോക്കി ചെയ്താല് ദാനം വേണ്ടവരാകും. അല്ലാതെ ആരെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞാൽ ദാനമില്ല. അത് സിമ്പലിയാണ് അല്ലേ? സിമ്പലിയോട് കൊടുത്തു. ദാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ദാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജലം വരുന്നത് ആ ജലം ഭഗവാന്റെ കയ്യിൽ കൊടുക്കും. ദാനത്തിന്റെ സങ്കല്പമായിട്ട് തന്നെ ദാനജലം കൊടുത്തു. ഭഗവാന്റെ കയ്യിലെ കൃഷ്ണന്റെ ദാസം അത്ഭുതകരമാണ് ഉപയോഗമൊക്കെയായിട്ട് പറഞ്ഞു. അതിന് നോക്കുമ്പോൾ നോക്കത്താമാത്ര എനിക്ക് മുഖം കാണിക്കാൻ കൊടുക്കുന്നതാണ്. വലിയ മുമ്പിൽ ഭഗവാൻദാസ് വാസിച്ചു. എന്നിട്ട് ഭഗവാൻ സ്ഥലം വേണ്ടത് ഒരടികൾ തന്നെ ഭൂമിക്ക് ആളുകളോട് പറഞ്ഞു. രണ്ടാമത്തെ ഭൂമിക്ക് മുകളിലുള്ളതാണ് എന്നിട്ട് പരിപാടി വെച്ച് മൂന്നാമത്തെ അടിയിലായിരുന്നു. മൂന്നാമത്തെ സ്ഥലം എനിക്ക് മനസ്സിലായി. യോഗാനാമേശ്വരൻ ഞാനല്ല, സാക്ഷാ മഹാവിഷ്ണുവാണ്. ഇതിരിക്കപ്പോൾ തോന്നും അപ്പോഴൊക്കെ വലിയുടെ പുസ്തകങ്ങളൊക്കെ എടുക്കുന്നു. അതുപോലെ വലിയ കേൾക്കുന്നു. അപ്പോൾ ബന്ധവാസങ്ങൾ വലിയ ബന്ധത്തിലാക്കിയിട്ടാണ്. എന്താ ബന്ധത്തിലാക്കുന്ന സ്വാഭാവികമാണല്ലോ, സത്യം ഗീതാണല്ലോ. അപ്പോൾ വലിയുടെ അഹങ്കാരം കേൾക്കുമ്പോൾ നിസ്സഹായമായി ബന്ധനത്തിലായി അപ്പോ ചോദിച്ചു മൂന്നാമത്തെ ചെലവ് ഇന്നലെ വന്നത് ഞാൻ ലോകാനാണ് എന്ത് കഴിയുന്നില്ലേ മൂന്നാമത് നടക്കണം. അപ്പൊ നമ്മൾ എനിക്ക് സഹായം വലിയ കിരീടം താഴെ വെച്ച് ഭഗവാനെ തോന്നുന്നു മൂന്നാമത്തെ ചോറ് എന്റെ ശിരത്തിൽ വെച്ച് എനിക്ക് വീട്ടിൽ പ്രാർത്ഥിക്കണം. അല്ലാതെ സൗത്ത് കാര്യമല്ല. എങ്കിലും പറയില്ലേ എല്ലാം സൗത്ത് കാര്യത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ചോദ്യം എവിടെയാ വന്നിട്ടുണ്ടെങ്കിൽ സൗത്ത് കാര്യങ്ങളുടെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിലില്ല. അത് നാട്ടിലുള്ള നമ്മുടെ ഹിന്ദു ജനങ്ങളോട് അപമാനിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലെങ്കിലും ഭഗവാൻ വേണ്ടി എല്ലാ സംസ്കാരത്തിലും പ്രഹാരം ഭഗവാന്റെ മുത്തശ്ശനായിട്ട് പുള്ളിയുടെ മുത്തശ്ശനായിട്ട് സ്വഭാവത്തിന്റെ വളരെ ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം വാസുദേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം എനിക്കെന്താ വലിയ ആത്മനിവേദനല്ലേ. തന്റെ ശരീരം പോലും ഉള്ളവരായില്ലേ. ഈ നോക്കുന്ന ഭക്തിയെ ഏറ്റവും ഉയർന്ന ഭക്തിയാണ് പുള്ളിയുടെ ഭക്തി. എന്നെ തന്നെ ഭഗവാൻ സംബന്ധിച്ചത് അവിടെ പോയി ശുക്രാചാര്യങ്ങളോട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇതിന്റെ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശുക്രാചാര്യോടോ ഭഗവാൻ ശ്രദ്ധിക്കരുത്. കാരണം ഗുരുവിന്റെ അനുഗ്രഹങ്ങളുണ്ട് പ്രധാനമൊന്നുമില്ല. ഗുരു പോയില്ലേ അപ്പൊ വലിയ അഹങ്കാരം ചെയ്യേണ്ടത്
ഒരിക്കലും അഹങ്കാരത്ത ലോകാണ് എന്നൊക്കെ വിഷയം. ഞാനാണ് ലോകത്തിന്റെ ജീവിതത്തെ നമുക്ക് ചെയ്തത്. ഇതൊക്കെ നമ്മളാണ്. ഞാനില്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ആൾക്കാര് പതിവ് ഞാൻ ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇത്തരത്തെ ആളുകൾ. അതേപോലെ ഈ ലോകത്ത് എത്രയോ കാര്യമായിട്ട് അറിയിക്കാൻ നോക്കുന്നു. ഞാനറിയോ ലോകാനായ വിഷയം ലോകത്തിന് ഈശ്വരനാണ് അഹങ്കാരത്തിലെ ബന്ധത്തിലായി ഇത് ബന്ധത്തിലാകുമ്പോൾ നിലയുടെ പത്നിയായിട്ടുള്ള വിദ്യാവതി അവരുടെ ശ്രദ്ധിക്കാം. അതായത് വലിയ ചോദിച്ചു വലിയ പറഞ്ഞു ഇതിന് അറിവില്ലാതെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാതെ ഈ ലോകം മുഴുവൻ എന്റേതാണ് അഹങ്കരിച്ച് ഇതാണ് കഥയുടെ തത്വം. അവനാണ് കഥയുടെ തത്വം. അഹങ്കാരമാണ് അതിന് വലിക്കുന്ന അഹങ്കാരം എന്താണ്? ലോകാന ഏകവിഷയം. ലോകാന വിഷയം എന്ന് പറയുന്നത് സംബന്ധിച്ചതിന് അതിനൊരു ഏകാഗ്രത ഞാൻ മാത്രമേ തോന്നുന്നു. ലോകാന വിഷയം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലെത്തുന്നു. ലോകാന ഏകവിഷയം എന്നുള്ളൂ അതാണ് കാണിച്ചതാണ്. അപ്പം വലിയ സംബന്ധിച്ച് വലിയുടെ അഹങ്കാരമാണ് ഈ ഇപ്പൊ വലിയ സമയം നഷ്ടപ്പെടും. ബലികരിക്കാൻ സാധിക്കാം. എനിക്ക് സാധാരണ യഥാർത്ഥത്തില്ല, സ്വന്തത്തിൽ യഥാർത്ഥത്തില്ല, ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. വലിയുടെ സാധാരണ ബലി മൂന്നാമത്തെ സമയം അപ്പോഴാണ് വലിയ ചെയ്തത്. ഈയുടെ മുന്നിൽ ആലോചിച്ചു. ഈയുടെ മുന്നിൽ ആലോചിച്ചിട്ട് മതം പ്രതിയും ശിഷ്ടിനെയും മൂന്നാമത്തെ ദിവസം അതിന്റെ സ്ഥിതി തട്ടിട്ട് വലിയ മഹാബലിയെ മറ്റകനാട്ട മഹാവിഷ്ണു മാതാപിതാക്കൾ ഏത് വിരാമത്തിലാണ് പറഞ്ഞത്? ഒരു വിരാമത്തിൽ പറഞ്ഞില്ല. നമ്മുടെ ഹിന്ദു ദൈവത്തെ അപമാനിക്കാൻ വേണ്ടി കാലങ്ങൾ വിളിക്കണം. നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഇത്തരം പല യോഗീശ്വരന്മാരും കൈകൊള്ളം കഴിയില്ല, കാലുകൊള്ളം കഴിയില്ല. ഇപ്പോഴുണ്ട് കാലുകൊള്ളം കഴിയുന്നത് എങ്ങനെ അനുകരിക്കാം? അവര് കാലുകൾ ഒക്കെയല്ല നമ്മളുടെ ശരീരം അവരുടെ മാർഗം വർദ്ധിക്കാം. ഇതാണ് ആലോചിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. ശൈത്യശാന്തരേ ഇല്ല. വലിയ ആദരപൂർവ്വം എനിക്ക് അവകാശത്തെ ലോകത്തേക്ക് പങ്കുവച്ചു. എന്നിട്ട് ഭഗവാൻ വലിയ പ്രധാനത്താളുകളായി വലിയ പ്രധാനത്തിന് രാവണൻ ഇന്ത്യയിലും വരുമ്പോൾ വലിയ ആവശ്യങ്ങൾക്ക് ഗതയെ നേരിട്ട് മഹാവിഷ്ണുണ്ട്. ആ ഗതയുടെ തത്വപ്പെടുത്തും. വലിയ കാരണം പറഞ്ഞാൽ അവസാനം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തനെ രക്ഷിക്കുന്ന വിഷയം ഭക്തൻ അഹങ്കാരം വന്നാൽ അഹങ്കാരം കളഞ്ഞ് അങ്ങനെ രക്ഷിക്കില്ലേ എന്ന് പറഞ്ഞു. അവിടുന്ന് എന്റെ ശരീരം കാണിച്ച് അനുഭവിച്ച് എന്റെ ശരീരങ്ങളൊന്നും ചെയ്യുന്നു. ശരീരമാണ് പോയില്ലേ വലിയ സമ്പന്നപ്പെടുവാനായിട്ടുണ്ട്. എന്റെ ശരീരം മാത്രമേ. അതുകൊണ്ട് ഈ ശരീരങ്ങളൊന്നും സ്വീകരിക്കുന്നു പറഞ്ഞു. അപ്പൊ വലിയ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് വലിയ സുതല ലോകത്തേക്കായി. സുതലം എന്നാലും സുതലം കലാകാരം കൃഷ്ണൻ കലാകാരം ഈ സുതല ലോകത്തേക്കായി എന്നിട്ട് ഗതാപാണിയായിട്ട് ആൾക്കാരായിട്ടാവില്ല. അങ്ങനെ വലിയ അനുഗ്രഹിച്ച് സുതലത്തിലേക്കാണ് നോക്കുകാലത്തെല്ലാം നമ്മളെപ്പോലെ ഭാഗത്തും നാരായണൊക്കെ കേൾക്കുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കി പറഞ്ഞു ചോട്ടുകാലത്തെല്ലാം അനുഗ്രഹിക്കാൻ. അതാണ് അത് ആധ്യാത്മികമായിട്ടുള്ളത്. ഇങ്ങനെ വേറെ ഈ 3 വിധത്തിലുള്ള എല്ലാ കഥകളെ ആധ്യാത്മിക ആദിദേവം ആദിഭോഗ്യം. ആധ്യാത്മികമായ അർത്ഥത്തിൽ ഈ കഥയ്ക്ക് വേറെ വസ്തുത ശുക്രാചാരം കർമ്മവാസനം. കർമ്മവാസന ശുക്രാചാരം. ഈ കർമ്മവാസന എപ്പോഴും ഈശ്വരനേക്കല്ല കർമ്മങ്ങളിലേക്കാണ് നയിക്കുക. ആ കർമ്മങ്ങളിൽ ഉണ്ടാവും. ലാഭനത്തെ കൃഷി ചെയ്യണം, വെള്ളം ഇതാണ് പോകുന്നത്. അവരുടെ ഐശ്വര്യമാവും. കർമ്മവാസന വലിയമാണ്. ശുക്രാചാരം കർമ്മവാസന. വലിയ എന്ന് പറയുന്നത് ബലമുള്ള മനസ്സാണ്. ഏറ്റവും ബലമുള്ള സാധനം മനസ്സല്ലേ. ലോകത്തില് എവിടെയും കടന്നില്ല എന്ത് ചെയ്യാം ഈ സ്വാതന്ത്ര്യം ആക്കേണ്ടത് മനസ്സിലേക്ക് ഈശ്വരനെ എടുക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന നമ്മൾ മനസ്സിലാവില്ല. അതൊക്കെ എന്ത് വേണമെങ്കിൽ
അപ്പോൾ വലിയൊരു മനസ്സാണ് ബലമെന്നുള്ളത്. ഈ ശുക്രാചാര്യാണ് കർമ്മവാസനം പോഷിക്കുക. ആ ജീവന് കർമ്മവാസനം ഉണ്ടാകുന്നത് ശുക്രാചാരം. ശുക്രാചാരം കൊണ്ട് കർമ്മവാസനം കൊടുക്കുകയാണ്. ശുക്രാചാര്യത്തെ പറയുന്നത് ഞാൻ കൊടുക്കരുത്. ഈശ്വരനെ സമർപ്പിക്കുമ്പോൾ അതിനെ തടയും. ഇതാണ് കർമ്മവാസന കുഴപ്പം. നമ്മളിവിടെയൊക്കെ ഉണ്ട്, ഗതിയുണ്ട്, എപ്പോഴെങ്കിലും ഒരു സത്രം ഞാൻ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് നമ്മൾ മനസ്സിൽ തോന്നിയാൽ അത് ആരും ഏതെങ്കിലും സത്രം ചെയ്യാം. സത്താണ് കേൾക്കാൻ പോകാം. സത്താണ് കേൾക്കാൻ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് ഉള്ളിൽ അപ്പൊ അവിടെ ഗതിയുടെ മനസ്സിലാക്കി പിടിക്കാൻ പറ്റുന്നു അല്ലേ? സത്താമത്തെ ഓണം കല്യാണത്തിന് ഓണം ചില സമയത്ത് ശുക്രാചാര്യ ചെയ്യും. കല്യാണത്തിന് പറയാമെങ്കിൽ സത്താമൊക്കെ ഉണ്ടാവും. ശുക്രൻ പരാജയപ്പെടും, സത്യം ചെയ്യും. ബലമുള്ള മനസ്സാണ് വഴി. ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന കർമ്മവാസനാണ് ശുക്രാചാര്യം. അങ്ങനെ അതിന്റെ അർത്ഥം പിന്നെ അതുകൊണ്ടാണ് കാണിച്ച ആരോഗ്യം. ആ ഇന്ത്യയുടെ മുമ്പിൽ ഭഗവാൻ ഈശ്വരൻ നടത്തുന്നില്ലേ? അതെന്താ എത്ര അപൂർവമാണെന്ന് നമ്മൾ ഈശ്വരദോഷം ഉണ്ടായത്. ഭഗവത്ഗീതയിലെ ഈശ്വരദോഷം ഉണ്ടായി അറിയുന്നു. പിന്നെ ദൂതിന് പോയ സമയത്ത് അങ്ങനെ വെല്ലിക്കാൻ കൊടുക്കുന്നു ഈശ്വരൻ നടത്തുന്നത്. ഭീഷ്മ ശാസ്ത്രീയ കഴിഞ്ഞ് ഈശ്വരൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭക്തന്മാർ മാത്രം കിട്ടുന്ന അസുഖമായ മനോഹാരിത ഏറ്റെടുത്തല്ലേ വലിയ സ്ഥലത്തിലല്ല. എനിക്ക് സുന്ദരമാണ്. മൂന്ന് ലോകങ്ങളിൽ ഏറ്റവും സ്വന്തം നട്ടുപോകും നാളെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകമാണ് മനുഷ്യന്റെ. നമുക്ക് അതായത് ബ്രഹ്മാവ് സൃഷ്ടി പറയുമ്പോൾ ലലോധിക കർമ്മ വരാം. പ്രത്യേകം പറയുന്നത് ലലോധിക കർമ്മ വരാം. മനുഷ്യന് ലലോട് കൂടുതലാണ്. അതുകൊണ്ടെന്താ കർമ്മ വരാം എന്ന് ചെയ്യുന്നത് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഏറ്റവും ശിക്ഷ എന്താ പറയുക? അടങ്ങിയിരിക്കാൻ ആളുകൾ മനുഷ്യർക്ക് ഭൂമി പുണ്യം ചെയ്യുന്ന മഹാത്മാക്കളുടെ ദിവസമാണ് സ്വർഗം. മൂന്ന് ലോകം എന്താ? ശരിക്കും ലോകം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലോകം സ്ഥലത്താണ്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. അനുഭവമാണ് ലോകം. അപ്പോ സ്വർഗലോകത്തിൽ അനുഭവിക്കാൻ ആൾക്ക് എനിക്ക് ഇവിടെ പറയുന്നത് സ്വർഗാവലി സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് പറയുന്നത്. എനിക്ക് സ്വർഗലോകമായ ഈ ലോകം മനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്വർഗലോകം ദേവന്മാർക്ക് തിരിച്ചു എന്താ ഗതിന്റെ പരാക്രമങ്ങൾ ശുക്രാചാര്യം അനുഭവിക്കുന്ന മൂന്ന് ലോകം എഴുതും. അതൊക്കെ സ്വർഗം മുതൽ പാലം. അപ്പോൾ ഭഗവാൻ അതിശോക്കാം അത് വെറുതെ കേട്ടാൽ ഭഗവാനെ കയ്യേറ്റക്കാരെ വിളിച്ചു അല്ലെ? സ്വർഗലോകവും ഭൂലോകവും കയ്യേറിയാണെന്ന് വഴി ബലത്തിന് അഹങ്കാരമുണ്ട്. പറയും മേശയുടെ രസ്യം വിലയിലെന്നോ ബലമുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കാണിക്കും. നിങ്ങളെ കാണുന്നതല്ലേ? എന്തെങ്കിലും ബലത്തിൽ എന്തൊക്കെ കാണിക്കണം അതൊക്കെ കാണിക്കും. എത്ര ബലമുണ്ടെന്ന് കാണുന്നു. ശരി അധർമ്മ ജീവിത എന്റെ ഫലം ബലമുണ്ടെന്ന് തന്റെ ബലമുള്ള ഇവരൊക്കെ അടിച്ചു നോക്കാൻ കുറച്ചുകൂടി പരിചയപ്പെടുത്താണെങ്കിലോ ഒരു 3 നില വീട് 3 നില അത് താഴത്തെ നിലയിൽ വീട്, രണ്ടാമത്തെ നിലയിൽ വീട്, മൂന്നാമത്തെ നിലയിൽ താമസം. ഒരു ദിവസം എന്ത് ചെയ്തു? താഴത്തെ നിലയിൽ താമസിക്കുന്ന ആള് മറ്റു 2 വീട്ടിൽ അടിച്ചു കൊടുത്താക്കി വീട്ടിനെ കഴിഞ്ഞു പിടിച്ചു. കൈകെട്ടി നിൽക്കുന്നത് കയ്യേറ്റക്കാരെ വെപ്പിച്ച് അവരോട് തിരിച്ചുകൊണ്ടല്ലേ അത് ചെയ്യുന്നത്. പിന്നെ വേറെ ഒക്കെയാണ് ഈ കഥയ്ക്ക് കേരളമായിട്ട് ബന്ധമില്ല. വെല്ലുവിളി കേരളമായിട്ട് ബന്ധമില്ല. കാരണം ബന്ധുവിന്റെ കാര്യം വാമനാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമാവതാരം. പരശുരാമയുടെ കാലത്താണ് കേരളം ഉണ്ടായത്. പിന്നെ കേരളം തന്നെ ഇരുന്നത്. അപ്പൊ അറിവില്ലാതെ വലിയ ആളെടുത്ത സ്ഥലത്തിലേക്ക് ദൂരദർശനം ദൂരദർശനം സ്ഥലം
നായകൻ ഈ സ്വർണ്ണനാട്ടിൽ വരുന്ന സ്വർണ്ണനാട്ടിൽ പോകുമ്പോൾ കച്ചൻ എന്ന സ്ഥലത്ത് കച്ചൻ ഉപ്പ് കാണുന്ന സ്ഥലമാണ് ഇപ്പുറം പറയും ആ സ്ഥലമാണ് ഇരുവശം അവിടെയാണ് വലിയ ആൾ മറ്റേത് കേരളം വരുന്നുണ്ട് എന്റെ കേരളം തന്നെ ഉണ്ടാവും പിന്നെ വേറെ ഇവര് ശിവഭക്തനാണ് ശാക്രയനാണ് ശാക്രയനല്ല ശിവഭക്തന്മാർ ശിവനെ പാടുകയും ഒരുപാട് കുറിക്കുന്നവർക്ക് ശാക്രയനാണ് ഇവര് ശാക്രയനാണ് ശാക്രയനാന്റെ വലിയ നല്ല ശക്തിയുടെ എല്ലാത്തിനെയും അടുത്ത് വെച്ചപ്പോൾ മഹാവിഷ്ണു അതിന് മോദനം ഇത് രണ്ടാമത്തെ വെച്ചാൽ അവിടെ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഈ വാമനാവതാരം അപ്പൊ വാമനാവതാരം നടന്ന ദിവസമാണ് അതിനകത്ത് വലിയ അഹങ്കാരം തൊട്ട് വലിയ അനുഭവിച്ച ദിവസം രണ്ടാമത് ആരാണോ അധർമ്മത്തിലേക്ക് പോകുന്നത് അത് നിറവേറ്റി നയിക്കാൻ വേണ്ടി ഭഗവാന്റെ ശക്തിവിശേഷം ആ ശക്തിവിശേഷം പുരുഷന്മാരായിട്ട് അങ്ങോട്ട് നല്ല വളർത്തേക്ക് വരും അതാണ് വാങ്ങുന്നതാണ് അതുപോലെ ആർക്കൊക്കെ അഹങ്കാരം വരുന്നു അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ അഹങ്കാരത്തിനെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാൻ മതി ഭഗവാന്റെ പാദങ്ങളെ നഷ്ടപ്പെട്ടാൽ മതി യോഗീന്ദ്രാണ് തുടക്കേഷു അധികസമൂഹം മുഖ്യഭാഗാദിവാസികൾ മക്കളാണ് കലാപരിഷത്തിൽ മക്കന്മാർക്ക് അഹങ്കാരം സംഗ്രഹിക്കുന്നത് തിരുവണ്ണ വേറെ ഈ കടകളിലേക്ക് വരെ ഒരു സ്ഥലത്ത് ആഘോഷം ചെയ്താൽ ആദ്യം നമുക്ക് അവിടെ ഏറ്റവും വലിയ പ്രധാനമാണ് അതിനെ പിടിച്ച് മുഖോട്ടൊക്കെ ചാക്കി വാമനാവതാര സമയത്ത് നശിക്കേണ്ടവിടെ വാമനൻ നല്ല അവതാരാണ് മൂല്യാണെങ്കിലോ മഹാദേവന്റെ ഭക്തനാണ് സർവ്വം കൊടുത്താവുള്ളൂ അങ്ങനെയല്ല ഒരാളെ കോമാളിയെ ചോദിച്ചാൽ അതാണ് അപ്പച്ചൻ എഴുതുന്ന കോമാളിയായിട്ട് ഈ എഴുതുന്നത് പിന്നെ കൊല്ലം തോറും നാട് കാണാറുള്ളത് ഏത് ഗ്രാമത്തിലാണ് ഒരു ഗ്രാമത്തിലില്ല പൊതുവെ നമ്മുടെ ഈശ്വരനാഥ് അവതരണം ചെയ്യാനായിട്ട് പതിനാല് കഥകൾ ശരിക്കും അപ്പം മനസ്സിലാക്കണം വലിയ ശങ്കരനാണ് വലിയ ശാസ്ത്രയിലാണ് ഭഗവാൻ വൈഷ്ണവ അപ്പം ശക്തി മൂന്ന് അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ ഇതുകൊണ്ടായിരുന്നു മാറ്റൂരിക്കുന്ന അറിയാം മാമനമൊക്കെ വിളിക്കുക അല്ലേ മഹാബലി അങ്ങനെ വിളിക്കാറുണ്ട് അങ്ങനെ മഹാബലി വിളിക്കണ്ടേ മഹാബലി വിളിക്കാൻ പറ്റില്ല അസുരഭാവമാണ് വിഷ്ണുരൂപത്തിലുള്ള ഭഗവാനെ രാവണമൊക്കെ ആയിട്ട് വിളിക്കും അതുപോലെ എല്ലാ ശക്തികളുടെയും സ്ഥാനമാണ് വിഷ്ണുസ്വരൂപം സ്ഥാനമാണ് ഒക്കെ പറഞ്ഞാണെങ്കിലും എല്ലാം നടത്തിയേ സൗകര്യമുള്ളതാണെങ്കിലേ ഇങ്ങനെ മൂന്ന് പ്രാധാന്യമുണ്ട് തോന്നുന്നു പിന്നെ വേറെ പറയാം നമ്മൾക്ക് തൃക്കാക്കരക്കെന്ന് പറയുന്നു നമ്മുടെ അർത്ഥം തൃക്കാക്കരക്കെന്ന് പറയുന്നത് ഈ തൃക്കാക്കരത്തിനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴാണ് വാങ്ങാൻ പറ്റുക മണ്ണുകൊണ്ടുണ്ടാകും ആ തൃക്കാക്കരയുടെ ശിവലിംഗത്തിന്റെ സഹായമാണ് ശിവലിംഗം പോലെയാണ് ഇത് പൂജിക്കുന്ന തുമ്പക്ക് തുമ്പക്ക് മാത്രമാണ് കിട്ടാറ് തുമ്പക്ക് ശിവനല്ലേ അപ്പോ ശരിക്കും നമ്മൾ തൃക്കാക്കരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വിഷ്ണുവിനെയാണോ ശിവനെയാണോ വിഷ്ണുവിനെയാണെങ്കിൽ ഇങ്ങനെയല്ല അത് സഹായം വെച്ചാൽ മതി വിഷ്ണുവിനെ പൊയ്യാൻ സഹായമാണ് ഏറ്റവും നല്ലത് ഉള്ളതെല്ലാം ശിവലിംഗത്തിന്റെ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ചില സ്ഥലത്തൊക്കെ ഈ അമ്മയ്ക്കുള്ളതെന്ന് സാധനം അതെടുത്ത് വെച്ചിട്ട് അതിനെ തൃക്കാലമായിട്ട് വിളിക്കും ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ ഈ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ കഥയ്ക്ക് എന്താ പറയുക അഹങ്കാരത്തെ ഒരാൾ പ്രസിദ്ധം മറ്റെന്താ ശൈവനായിട്ടുള്ള മഹാബലി ശൈവസമ്പ്രദായത്തിൽപ്പെട്ട മഹാബലി ഐശ്വര്യമാണ് അതുപോലെ അഹങ്കാരമാണ് അഹങ്കാരമാണ് ഈ ലോകം മുഴുവൻ എന്റെ രാമയ്ക്ക് ഇതിലൂടെ എന്റേതാണ് അപ്പൊ ആ അഹങ്കാരത്തെ അടക്കി അനുഭവിച്ച കഥയാണ് ഈ കഥ ഇങ്ങനെ കേരളത്തിൽ വന്നത് അതെ പരശുരാമൻ കേരളത്തിന് ഉദ്ധരിച്ചു കേരളത്തിന് ഉദ്ധരിച്ച് കേരളത്തിന് ഉദ്ധരിച്ച് പുള്ളിക്ക് ജനങ്ങളെ കൊണ്ടുവന്നാണ്
ജനവാസത്തിൽ സ്ഥലത്ത് രണ്ട് ആവശ്യമുണ്ട്. പരസ്യമാണ് പല സ്ഥലത്തും ബ്രാഹ്മണരെ തുടർന്ന് താമസിച്ചത്. ഈ സമൂഹത്തിൽ കുറെ ആളുകളൊക്കെ താമസിക്കാതെ വിട്ടുപോയി. കുറച്ച് ആളുകളുടെ കാര്യത്തിൽ സ്ഥിരാവസ്ഥ അവരെ കൊണ്ടുവന്ന കഥയാണ് ഈ കഥ. കേരളത്തിൽ ബന്ധം ഇല്ലാന്ന് തോന്നുന്നു. കണ്ടുപിടിച്ചത് വളരെ ബന്ധമില്ല. മഹാബലി മഹാബന്ധമാണ്. മഹാബലി എന്നുള്ള വാക്ക് മലയാളത്തിലാണ് മഹാബലി മഹാബലി. ഇതെങ്ങനെയാണ് മഹാബലി മനസ്സിലാക്കാൻ? വേലിയുമായി അതിർത്തി വേലി കെട്ടാൻ വേണ്ടത് വലിയ വേലിയാണ് മര്യാദ വലിയ വേല. അപ്പോ ഇതാണ് കേരളത്തിലെ മാവേലിക്കാൻ്റെ സ്ഥലം. മാവേലി പേര് തന്നെ മാവേലിയാണ്. അപ്പോ ആ സ്ഥലം ചിലപ്പോൾ അങ്ങനെ വരാം. രൂപം പറയുന്നുണ്ടോ? സത്യമില്ല, രൂപം പറയാം. ഈ കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ്. ഓരോ സ്ഥലം ചെറിയ രാജാക്കന്മാരാണ്. അപ്പൊ അതിലൊരു രാജാവായിരുന്നു ഈ ബലി എനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഐശ്വര്യ സമൃദ്ധി. കാരണം അദ്ദേഹം അശോകനെ മാതൃകയാക്കിയിട്ടാണ് രാജ്യം ഭരിച്ചത്. അശോക ചക്രവർത്തിയെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ മാവേലി മാവേലിമാര് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയല്ല അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാവേലിയിലേക്ക് ബന്ധപ്പെടുന്നതാണ്. വീക്ഷിച്ചത് ഇത് വേണമെന്ന് ഈ ഓണാക്കരയാണെന്ന് നമുക്ക് ദർശനമുണ്ട്. അവിടെയൊക്കെ നടത്തുന്ന ബുദ്ധമതത്തിന് സാധ്യതയില്ല. ബുദ്ധമതത്തിന് സാധ്യത അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് മാതൃകയായിട്ടുണ്ട് ആ രാജ്യത്തിൽ ഇവിടുത്തെ രാജാവ് ഭരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് വെക്കുന്നത് അങ്ങനെ പറഞ്ഞോട്ടോ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുന്ന തെറ്റുണ്ടാവാം. ഏതായാലും മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കല്ല, അതിലേക്ക് സുന്ദരം അയച്ചത്. മഹാബലിയുടെ ആ ഭക്തി ബന്ധം സമഭാവങ്ങളും മഹാബലിക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടി. പിന്നെ മഹാബലിയെ വിളിക്കാറില്ല, രാവണനെ വിളിക്കാറ്. രാവണമൂർത്തിയാണ്. പിന്നെ വലിയ അഹങ്കാരത്തിൽ അനുകരിച്ചത് രാവണമൂർത്തി രാവണനായിട്ട് വിളിച്ച് വലിയ അഹങ്കാരത്തിൽ ഒരുപാട് വാഹനമാണെന്നൊക്കെ കഴിഞ്ഞ് വലിയുടെ അഹങ്കാരം തൊട്ട് വലിയ അനുകരിച്ചു. അപ്പോഴാണ് പരീക്ഷയിൽ ചോദ്യം ഭഗവത് ശോഭിച്ചാണ് എനിക്ക് കേൾക്കുന്ന ആഗ്രഹമുണ്ട്. എന്താ ഭഗവാൻ മത്സ്യരൂപത്തിൽ അറിയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശാലമത്സ്യരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേദങ്ങള് ഒരു അസുര കത്തുന്നത് ഹൈഗ്രീവൻ എന്നാണ് പേര്. പേരുകളുടെ എനിക്ക് അർത്ഥം മനസ്സിലാവും. നമുക്ക് പുരാണത്തിൽ വരുമ്പോൾ പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി വ്യക്തമാവും. ഇവിടെ വേദങ്ങൾക്ക് എന്താ പറ്റിയത്? വേദങ്ങള് ഹൈഗ്രീവൻ എന്ന അസുരം പേരിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഹൈഗ്രീവൻ എന്താ? ഹയച്ച മുദ്ര, ജീവന്റെ കഴുത്ത്. അപ്പൊ കുതിരയുടെ കഴുത്തുന്ന ഒരു അസുരൻ വേദന്റെ കഴിച്ചിട്ടുള്ള വേദത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിക്ഷ. ശിക്ഷാകാരണം ആറുണ്ട്. അപ്പൊ വേദം അർഹതയില്ലാത്ത ആൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉപയോഗിക്കും. ഈ കുതിരയുടെ ശബ്ദം പോലെ കുതിരയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും. വേദം വെള്ളത്തിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ളത് വേദത്തിന്റെ ഉച്ചാരണശേഷി നഷ്ടപ്പെടുന്നത്. സമയം വരുമ്പോൾ വേദത്തിന്റെ ജീവിതത്തെ ആനന്ദപ്പെടുത്തുന്നത് അത് പ്രധാന ധർമ്മസംസ്കാരമാണെന്ന് പറഞ്ഞത്. മത്സ്യമൊക്കെ വെച്ച് ആ കഥ പറയും. സത്യവ്രതം ആവശ്യ സത്യവ്രതം അദ്ദേഹം കൃതമാല നിലയിലേക്ക് കൃതമാല അറിയിക്കപ്പെടുകയാണല്ലോ.
മാത്രമേ കാണുന്നത്. മധ്യത്തിനകത്ത് അറിയില്ല. ഘൃതമാല നല്ലത് ചില എടുക്കുന്നവരെ പരിഷ്കരിക്കും. ഘൃതമാലാണ് ഘൃതമാല ഇല്ലാമല്ല വിചാരിക്കുക അങ്ങനെ എടുക്കുന്നുണ്ട്. അതുപോലെ അവിടെ സിസ്റ്റർ നദിയിലെടുത്ത് ഹൗസിൽ എടുക്കുമ്പോൾ ഒരു ദിവസം കുളിക്കാൻ വേണ്ടി ഒരു കപ്പം ചെയ്യാൻ വേണ്ടി വെള്ളം കഴിക്കും. വെള്ളം കഴിക്കാൻ പോകുമ്പോൾ മനസ്സ് മനസ്സിൽ തുറന്ന് പറ്റില്ല. അപ്പോൾ അതിലേക്ക് വെച്ചു. അപ്പോൾ മനസ്സിൽ തുറന്ന് എന്തെങ്കിലും ഉപേക്ഷിക്കരുത്. വലിയ വലിയ തിരുമല മനസ്സിലേക്ക് ഉപേക്ഷിക്കാനാണ്. അങ്ങനെയാണ് ഈ സത്യമുള്ള മത്സ്യത്തിന് ആശ്രമത്തിൽ കൊണ്ടുപോയി ഒരു പാത്രത്തിലിട്ട് കുറച്ചേരി ആളെ മുന്നിലേക്ക് ഇങ്ങനെ നിർത്താവുകയായിരുന്നു. വേറെ പറഞ്ഞത് അങ്ങനെ മാറി മാറി പാത്രങ്ങളിലേക്ക് ഒരു പാത്രത്തിലും കൊള്ളാത്തത്രയും എടുക്കൽ. അപ്പോഴാണ് ചോദിച്ചു അങ്ങനെയാണ് ലോകമാണ് മത്സ്യത്തിലൂടെയുള്ള നോക്കുകയും മത്സ്യത്തിലൂടെ എന്നെ മോഹിപ്പിക്കുന്ന അങ്ങനെ ആരാധന. അപ്പം ആരാന്ന് പറഞ്ഞില്ല. എനിക്ക് 3-ാം ദിവസം പറയുന്നത് ഈ ഭൂമി വഴി വളർത്തിയ അനുഭവവും അപ്പോൾ ഒരു വഞ്ചിയാണ് തുറയാണ് ഔഷധ സസ്യങ്ങളൊക്കെ സപ്താക്ഷികളായിട്ട് ശേഖരിച്ച് ആ തോണിയിരിക്കുന്നു. ആ സമയത്താണെങ്കിൽ വെള്ളമൊക്കെ പറഞ്ഞിട്ടാണ്. അതേപോലെ 3-ാം ദിവസം വളരുന്നു. അപ്പോൾ നേരത്തെ നല്ല വഞ്ചിയുണ്ടായി. ഔഷധ സസ്യങ്ങൾ എല്ലാം കേട്ടിട്ട് ആ മത്സ്യമൂർത്തി ഈ തോണി പരിശോധന വേഗതയുടെ സഞ്ചരിച്ചു കുറെ കുറെ കാണിച്ചെടുത്തു. ആ സമയത്താണ് ഈ മത്സ്യമൂർത്തിയെ സൂര്യയുടെ ഒരു സ്ഥിതി ഉണ്ടാകും. 8 സ്വരം പ്രസാദത്തിലെ 8 പ്രധാനത്തത് 8 സ്വരമാണ്. മഹാരാജ നാമത്തെ എന്തിനെ കഥ പറയുന്നത് നമ്മുടെ പത്രത്തിലേക്ക് ആകർഷിക്കാനാണ്. കഥ പറഞ്ഞ സമയങ്ങളില്ല. പ്രത്യേകിച്ച് പരീക്ഷിക്കുന്ന എത്ര ദിവസം ഒരു ദിവസം അതിനെനിക്ക് അഹോരാസമുണ്ട്. ആരെങ്കിലും മനസ്സിലാക്കി കിടക്കണം. അപ്പം മത്സ്യമൂർത്തിയായിട്ട് അപ്പോൾ ഒരു തോണി ആ തോണി ഏകശിങ്കഥ പറയുന്നത്. ഏകശിങ്കത്തുണ്ട് ഒറ്റക്കമുള്ള മത്സ്യം അത് തോണിയിൽ വെച്ച്. ആ സമയത്ത് ഈ മത്സ്യമൂർത്തി സത്യത്തിന് അനേകം ധർമ്മങ്ങൾ കുറിച്ച് അതിന്റെ പേരാണ് ശ്രുതികൾ. ധർമ്മശാസ്ത്രം മുഴുവൻ കുറിച്ചുണ്ട്. അങ്ങനെ ശ്രുതികൾ എന്ന് പറയും. വേദമല്ല വേദം ഉദ്ദേശിച്ച അവസാനം നഷ്ടപ്പെട്ട വേദത്തിന് വേണ്ടിയിട്ട് അവിടുന്നാണ് മത്സ്യമൂർത്തിയായിട്ട് അവർക്ക് ആ വേദങ്ങളുടെ ശിഷ്ട ശിഷ്ട എന്ന് പറയും. മറ്റേ വേദ പോലെ നമുക്ക് മത്സ്യം അവരുടെ ആ മത്സ്യങ്ങളൊക്കെ എങ്ങനെയാണ് അവസരിക്കാം. വളരെ വയസ്സിലാണ് ശുദ്ധശക്തി കുറേ ദിവസത്തെ കുറേ മനസ്സിലേക്ക് ബ്രഹ്മാവ് പറയുമ്പോൾ ബ്രഹ്മാവ് കുറ്റത്തിൽ നിന്ന് വേലങ്ങൾ അറിയിച്ചത്. വേലങ്ങളെ അറിയിച്ചതല്ല ആ ഹൈഗ്രഹിക്കാൻ മുൻപിരിക്കാൻ വേണ്ടി അവർ ഹൈഗ്രഹിക്കാൻ ആ മത്സ്യമൊക്കെ സ്ഥിതിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. 8 ശ്ലോകമാണുള്ളത്. ആ 8 ശ്ലോകത്തിന് 6 ശ്ലോകങ്ങളും മത്സ്യം ഗുരുവിനെ കുറിക്കണം. പിന്നെ മത്സ്യത്തിലെ വിവേചനം മണ്ണോ മീനമഞ്ഞത്തെ വീണ്ടൊക്കെ ആനന്ദവാകുന്നത്. ആരുടെ മനസ്സാണോ ആനന്ദത്തിൽ കളിച്ചു നടക്കുന്നത്. ഗുരുവിന്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടും മനസ്സിലാകും. അങ്ങനെയുള്ള ഗുരുവിന് മാത്രം ഗുരുക്കന്മാരെ വിഷയമാണെന്ന് ഉപദേശിക്കുമ്പോൾ ആദ്യം ഗുരു പ്രസന്നമാണ്. കരയിലെ ഈശ്വരന് വിളിക്കാൻ പറ്റും. കരയിലെ ഈശ്വരൻ പ്രസംഗിക്കാൻ പറ്റില്ല. നമ്മുടെ ദേവാലയത്തിന്റെ കരയിലെ ദൈവത്തിന് വർദ്ധിക്കണം. അപ്പോൾ മത്സ്യമൊക്കെയുള്ള ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയുടെ 8 ശ്ലോകം. അത് ഓരോ ശ്ലോകങ്ങളും ഭഗവാന്റെ വിഭൂതികളാണ്. 8 ശ്ലോകത്തെ 6 ശ്ലോകങ്ങളും അനാദിവിദ്യ ആത്മബന്ധ തന്മൂല സംഹാര പരിശ്രമാക്കുക. അനാദിയായിട്ട് ഐക്യ സ്ഥിരത അനാദിയായിട്ടുള്ള വിദ്യ. അനാദി ചെറുക്കൈയാണ് ഏത് കാലത്തായിട്ടുമില്ല. അനാദി അവിദ്യ. അതുകൊണ്ട് മനസ്സിൽ ഈ അവിദ്യ അജ്ഞാനം കയറി വരുമ്പോൾ സത്യത്തിന് മാത്രം അതാണ് അനാദിവിദ്യ തന്മൂല സംസാര പരിശ്രമാക്കുക. എന്തുകൊണ്ടാണ് ഈ സംസാരത്തിലുണ്ടാവുന്നത്? നമ്മളൊക്കെ വിദ്യാഭ്യാസം വർദ്ധിക്കുന്ന സംസാര സാഹചര്യങ്ങളൊക്കെ
ഈ സംസാരം എങ്ങനെയുണ്ടായി സുഖിയുടെ വായിച്ച ഈ സംസാരം കാരണം അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിയില്ലായ്മല്ല, ഇതിലേക്ക് അറിയില്ലായ്മല്ല, തെറ്റായിട്ട് അറിയാൻ വിദ്യ. അവിദ്യ കൊണ്ട് ആ അവിദ്യ എന്തുണ്ടായെന്ന് വെച്ചാൽ അനാദ്യമാണ്. രാത്രി എന്തുണ്ടായെന്ന് വെച്ചാൽ വളരെ കാലത്ത് രാത്രി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നാണ് വളരെ ഉണ്ടായത് എന്ന് രാത്രി ഉണ്ടായി. അതുപോലെ അവിദ്യ എന്തുണ്ടായെന്ന് വെച്ചാൽ അവിദ്യ ഓരോ കാലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അവിദ്യ. ഈ അവിദ്യയെ പോഷിപ്പിക്കുകയും ചെയ്യും. അവിദ്യ പോഷിപ്പിക്കും. അതായത് അവിദ്യ കൊണ്ട് ആത്മജ്ഞാനം നമുക്ക് അനാദിയായിട്ട് അവിദ്യ. അനാദി എന്ന് പറഞ്ഞാൽ എന്നാ തുടങ്ങിയ അറിയില്ല. വിദ്യ എന്തുണ്ടായാലും അവിദ്യ ഉണ്ടായിരുന്നു. വിദ്യയും ഒരു നാമത്തിന്റെ വ്യത്യാസങ്ങളെ അവിദ്യ എന്നുണ്ടായെന്ന് അറിയില്ല. അനാദിയാണ്. ഈ അവിദ്യ കൊണ്ട് അവരുടെ സ്വരൂപമാകുമോ ശരീരമാണ്, മനസ്സാണ് പദം. അതുകൊണ്ട് എന്തെങ്കിലും സംസാര വിഷയം സംസാരമാകുന്ന ദുഃഖം നമ്മൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സംസാരത്തിൽ ഇല്ലാതാവുന്നത്. സംസാരത്തിൽ ഇല്ലാതാവുന്നത് അവിദ്യ ഇല്ലാതാവും. അനാദിയാണ് അവിദ്യ. അതുപോലെ തന്നെ ജനോത്സവം ഇതിന്റെ കർമ്മവർദ്ധന. നിങ്ങൾ അബദ്ധന്മാരാണ്, ഇതൊന്നും അറിയില്ല. ഇതിന്റെയും കർമ്മവർദ്ധന ഇതിന്റെ കർമ്മവർദ്ധന അവരുടെ പ്രാർത്ഥന കഴിക്കാനുള്ളത് നമ്മൾക്ക് പഠിച്ചോടാൻ രക്ഷയില്ല. ആദർശമൊക്കെ ആലോചിച്ചിട്ട് പോകും. അതുപോലെ ജനോത്സവം ഇതിന്റെ കർമ്മവർദ്ധന ശുഭേച്ഛ കർമ്മ സംഹിതയെ സുഖേച്ഛയുണ്ട്. സുഖം കിട്ടുമെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്നു. എത്ര ഇല്ലാതെ സുഖം കിട്ടാം ഇല്ലാതെ സേവയാവുന്ന വിദ്യകളാണ്. ഒരു വിദ്യയെ ശ്രമിച്ച് വിദ്യകളാണ് വെള്ളിയുടെ അടുത്ത് വെച്ചാൽ വെള്ളി ശുദ്ധീകരിക്കാൻ അപ്പോൾ കണ്ടുപിടിച്ച ആത്മജ്ഞാനത്തിനെ മറക്കുന്ന അജ്ഞാനമാകുന്ന ശരീരമാണ്. ഒരു ആഗ്രഹം മണ്ണിൽ കഴിഞ്ഞ കുറെ ആളുകൾ നിൽക്കുന്ന പോലെ മനസ്സിലാവില്ല. അതിന് നമ്മൾ കഴിയെടുക്കാതെ അതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ കഴിക്കട്ടെ. അജ്ഞാനത്തിനെ കൊള്ളാണ് അത് മാറ്റം നിർത്തേണ്ടത്. ഏതെങ്കിലും ശാസ്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കാൻ അജ്ഞാനം ഇല്ലാതാണ്. ജ്ഞാനം കൊണ്ട് എന്താ ആവശ്യമില്ല. ജ്ഞാനം അജ്ഞാനിയാണെന്ന് പറയുന്നതാണ്. ഏതൊരു വിധിനെ ശ്രമിച്ചാലോ മനസ്സിലെ മാലിന്യമായി ശുദ്ധമാവുക. അങ്ങനെയാണ് ധർമ്മമാണ് വിഷയം. അത് മാത്രമല്ല വീട് പ്രസ്താവനയുടെ അങ്ങനെയുള്ള പ്രതികൾക്ക് മത്സ്യബന്ധത്തിലുണ്ടായിരുന്നു. മത്സ്യബന്ധി മത്സ്യബന്ധത്തിൽ അങ്ങനെ 19 മത്സ്യങ്ങളാണ്.